أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു കാലഘട്ടത്തില് മുസ്ലിം ലീഗിന്റെ കരുത്തും ആവേശവുമായിരുന്ന നാട്ടിക അബ്ദുൽ മജീദ് സാഹിബിന്റെ 33ാം ചരമ വാർഷിക ദിനമാണ് ഇന്ന്. 1988 ജൂലൈ മാസം 9-ാം തീയതിയാണ് ആ മഹാമനുഷ്യൻ നമ്മോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പഴയകാല സഹപ്രവർത്തകരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മജീദ് സാഹിബിന്റെ കൂടെ പ്രവർത്തിച്ചവരും പ്രവർത്തനങ്ങളൊക്കെ ആസ്വദിച്ചവരും അതോടൊപ്പം തന്നെ ഓക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഓരോരുത്തരെയും ഹൃദയമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കണം, എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കണം പ്ലീസ്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ MP ജനാബ് ET മുഹമ്മദ് ബഷീർ സാഹിബ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നാട്ടികന്റെ നവത്തേറ്റുള്ള അദ്ദേഹത്തിന്റെ മരണപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഫൗണ്ടേഷൻ തീരുമാനമെടുത്ത പ്രകാരമുള്ള ഒരു ഒത്തുചേരലാണ് നമ്മളതിനെ ഈ യോഗം നടത്തുന്നത്. ആദ്യമായി നാട്ടിൽ അബ്ദുൽ മജീദ് സാഹിബിന്റെ പരലോകത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. സദസ്സല്ലാഹു അദ്ദേഹത്തെയും നമ്മളെ വെല്ലം തന്നെ അവന്റെ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. എനിക്ക് നമ്മളെ ഇതിന്റെ പരസ്യം കിട്ടിയപ്പോ ഞാൻ ഓടിച്ചു നോക്കുമായിരുന്നു ഇതിലാരൊക്കെയുണ്ട് സംസാരിക്കാൻ. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മജീദ് സാഹിബിന്റെ കൂടെ വർക്ക് ചെയ്ത് എന്റെ അവകാശവാദം തെറ്റാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ഞാനും MC പിന്നെ ഉള്ളതൊക്കെ അതിനെക്കാളൊക്കെ ചെറുപ്പക്കാരാണ്. MC കാണുന്നുണ്ട്. പിന്നെ ഇപ്പോ ബാക്കിയുള്ളവരൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കേട്ടറിഞ്ഞ ആൾക്കാരായിരിക്കും തോന്നുന്നു. അത് നിങ്ങളാരും കുറച്ച് ഒറിയല്ല. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളിപ്പോ എന്റെ ഒരു ബാച്ച് എന്ന് പറയുന്നത് വേറെ താഴെ ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു പോയിട്ടാണ് കൊല്ലൻ, ഒരു പക്ഷേ ഒരു പോയിട്ടാണ് ഉണ്ടാവാം. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ അപേക്ഷ ജൂനിയേഴ്സാണ്. ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഏത് കാലത്ത് ഓർമ്മിക്കപ്പെടേണ്ട ഒരു നാമമാണ് നാട്ടിക സാഹിബിന്റെ. ഞാൻ ഇതിനെ പോലെ ദിനരാത്രങ്ങൾ സഞ്ചരിച്ച ആളാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാല് യോഗത്തിനൊക്കെ അപ്പൊ എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ഇന്ന സ്ഥലത്തെ ആളുകൾ അവിടെ തന്നെ പോവുക. അങ്ങനെ മജീദ് സാഹിബ് ഓൾറൗണ്ടറായിരുന്നു. മജീദ് സാഹിബിന്റെ പ്രസംഗ മേഖല അല്ലെങ്കിൽ പ്രവർത്തന മേഖല കേരളം മുഴുവനായിരുന്നു. അന്ന് വളരെ കുറച്ച് നേതാക്കന്മാരെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഏത് കാലത്തും
മലബാറിന് ധാരാളം നേതാക്കന്മാരുണ്ടാവാറുണ്ട്. ഇപ്പൊ തൃശ്ശൂർ അങ്ങ് പാലക്കാട് ഉണ്ട് എന്ന് പറയാം. പിന്നെ നേതാക്കന്മാർ തെക്കോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ കുറച്ച് പേര് ഉണ്ട് എന്നോട് ശരിക്കും. അതിൽ വളരെ പ്രമുഖന്മാരും ഉണ്ട്. ഞാൻ അവര് മുഴുവൻ പറയാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ വിട്ടുപോയെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അതിൽ എല്ലായിടത്തും യോജിക്കപ്പെട്ട ഒരു നേതാവ് അടിവാൾ സാഹിബിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾക്ക് ഒരു വലിയ പ്രസക്തി പേരുകയാണ് ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ സാധാരണ നമ്മളെ പടിഞ്ഞാറൻ ബെൽറ്റില്ലേ, പൊന്നാനിന്ന് ആരംഭിച്ച് എങ്ങനെ കൊടുങ്ങല്ലൂർ കടന്നിട്ട് പറവൂർ വഴി എങ്ങനെ പോകുന്ന ഇപ്പൊ ആ ഒരു ബെൽറ്റ് എടുത്ത് വിശ്വസിച്ചാൽ ആ ബെൽറ്റ് പൊതുവെ മുസ്ലിം ലീഗിന് വളർത്തുള്ള ഒരു മണ്ണാണ്. ഒരുപാട് നേതാക്കന്മാർക്ക് അത് ജന്മം കൊടുത്തിട്ടുണ്ട്. പീസായ അടക്കമുള്ളവർക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വഴിയൊരുക്കി കൊടുത്ത ഒരു മേഖലയാണ്. ഇന്നും അവിടെ പോയാൽ ഇസ്ലാമിന്റെ ഒരു വരവിന്റെ ലക്ഷണങ്ങൾ, ആ ഓർമ്മകൾ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു പാരമ്പര്യത്തിലും ആ നാടിന് വളരെ വലിയ, ആ പ്രദേശങ്ങൾക്ക് പ്രത്യേകിച്ച് നാട്ടിൽ അതൊക്കെ പെട്ടതാണ്. നാട്ടിൽ കൊടുങ്ങല്ലൂർ അങ്ങനെ പോയി നമ്മൾ ചാവക്കാട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ വലിയൊരു പാരമ്പര്യം, ആ ഒരു പാരമ്പര്യമുള്ള ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന വളരെ വളരെ ശ്രദ്ധേയനായ നേതാവായിരുന്നത്. അദ്ദേഹം പ്രസംഗിക്കാറ് നന്നായിട്ട് സംസാരിക്കും, അദ്ദേഹം നന്നായിട്ട് എഴുതും. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നർമ്മബോധം പലർക്കുണ്ട്. പക്ഷെ നർമ്മത്തിൽ പൊതിഞ്ഞ് കാര്യങ്ങൾ പറയുന്നതിൽ വലിയൊരു പ്രാണി അദ്ദേഹത്തിന് ആവുകയുണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേതാക്കന്മാരെ ഒക്കെ കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചൊരു ഡിസ്റ്റൻസ് വായിക്കല്ലോ. മജീദ് സാഹിബ് എന്ന് പറഞ്ഞാല് മജീദ് സാഹിബിന്റെ കാലം എന്ന് പറയുന്നത് ബാഫുക്കിത്തങ്ങളുടെ ഒക്കെ ഒരു കാലമാണ്. അത് ബാഫുക്കിത്തങ്ങൾ നമ്മളങ്ങനെ ആ ഒരു ബാച്ച് നോക്കിയാൽ ഇവര് കുറച്ച് ആളാണ്. തെക്കോട്ട് തന്നെയാണെങ്കിലും കാര്യമായിട്ട് മജീദ് സാഹിബ് തന്നെ. അതുകൂടാതെ അക്കിഞ്ചി ഭാഗത്ത്, അർസനി കൊച്ചി ഭാഗത്ത് അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് കമ്മിറ്റിയോ തെരഞ്ഞെടുക്കപ്പെട്ട ആ നിലയിലൊന്നും ഇവര് ഒരു കണക്കിന് പറഞ്ഞാൽ ബാപ്പയ്ക്ക് തങ്ങൾ ഓരോ സ്ഥലത്തും നിയോഗിക്കപ്പെട്ട ഓരോ നടത്തിപ്പുകാരായിരുന്നു ലീഗിന്റെ. ഇന്നത്തെ മാതിരി കമ്മിറ്റി സംവിധാനം ഒന്നും അത് കാര്യമായിട്ട് ഇന്നിപ്പോ നമ്മുടെ പാർട്ടി ഡിജിറ്റലൈസേഷൻ. അപ്പൊ ഇവരൊക്കെ എന്നാൽ ഇവര് മനസ്സിലായ പ്രോസസ് എന്ന് പറയുന്നത് തങ്ങൾക്കുള്ള ആളുകൾ നിയോഗിക്കപ്പെട്ട കാര്യം നടത്തിപ്പുകാരായിരുന്നു. ഈ മജീദ് സാഹിബ് അങ്ങനെയുള്ള കാര്യത്തിൽ സീസിന്റെ ഒരു കാലം നിൽക്കുന്ന കാലമാണ്. കലണ്ടറിലൊക്കെ ഉണ്ടാവുക നാട്ടിൽ മജീദ് സാഹിബ്, സുമൻ ചടയൻ, ഹസൻഗനി ഇവരുടെയൊക്കെ തന്നെ ചിത്രങ്ങളാണ്. ഞാൻ ധാരാളം കലണ്ടർ കേട്ടിട്ടുണ്ട്. ഈ നേതാക്കന്മാരൊക്കെ ഹസൻഗനിയും അതുപോലെ സീസും ചടയനും ബാബിത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ ഒരു കാലഘട്ടം ലീഗ് രാഷ്ട്രീയത്തിലെ സമ്പന്നമായ ഒരു കാലഘട്ടമായി. അവർക്ക് അന്നത്തെ ഒരു സാഹചര്യത്തിന്റെ വേറെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളേ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. കാറ് തന്നെ വളരെ കുറവാണ്. കാറിന്റെ ഉടമസ്ഥന്മാരും കുറവാണ്, പാർട്ടിയൊക്കെ കുറവാണ്. വല്ലവർക്കും മാത്രം ഉണ്ടാകുന്ന ഒരു അപൂർവ സാധനമായിരുന്നു കാറ്. ഈ മജീദ് സാഹിബിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോവും, അവിടെ യോഗം കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. ശരിക്കും മജീദ് സാഹിബിന് ആസ്മ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ടായി. ഞങ്ങൾ വയനാട്ടിലെ STUവിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ഞങ്ങൾ ഒരിക്കലായിരുന്നു രാത്രി മജീദ് നല്ല ശബ്ദം കേട്ടു. നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആസ്മ വളരെ കൂടിയിരിക്കുകയാണ്. ഞാൻ നേതാക്കം പേടിച്ചു. മജീദ് സാഹിബ് അതിനിടെ പറഞ്ഞു, പേടിക്കാൻ എനിക്ക് സാധാരണ ഉണ്ടാവുന്നു, മുമ്പ് പോയി കിടന്നു. അപ്പൊ ഞങ്ങൾ വളരെ വിഷമിച്ചു. പക്ഷെ മൂപ്പർക്ക് അത് നിസ്സാരമായി. ഈ ആസ്മന്റെ പ്രശ്നം ഉണ്ടാക്കി തന്നെ എല്ലാ മീറ്റിങ്ങിനും ഒക്കും. മക്കളൊക്കെ ഉണ്ടാവും, ചെറിയ ബാഗൊക്കെ ഉണ്ടാവും. അങ്ങനെ നടന്ന് വീടുണ്ടാക്കിയ ആളാണ്.
ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം പോയി അവിടെ തന്നെ വിശ്വസിക്കുക. അതിന് അത്രയും സൗകര്യമുള്ളൂ. മറ്റു നേതാക്കന്മാരെ പോലെയല്ല. മറ്റു നേതാക്കന്മാർ അതേ ഗ്രേഡിലാണ് ശരിക്കും പറഞ്ഞാൽ. ബാബി തണ്ടും മുതലുള്ള ആളുകൾക്ക് വലിയ ആദരവായിരുന്നു ശരിക്കും മജ്ജി സാഹിബിനോട്. മജ്ജി സാഹിബിന് വേറൊരു പ്രിവിലേജ് വെച്ച് വെക്കുന്നു നേതാക്കന്മാർ. ആ പ്രിവിലേജ് എന്താ വെച്ചാൽ മജ്ജി സാഹിബ് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞോട്ടെ. പക്ഷെ വേറൊരു കല മജ്ജി സാഹിബിന് അറിയാമായിരുന്നു. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ തങ്ങളടക്കമുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെട്ടി തുറന്ന് പറയാൻ ഒരിക്കലും മടി കാണിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് പറയുന്നതിൽ ചുണ്ടിലെവിടെയോ ഒരു ചിരി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ അദ്ദേഹം പറയുന്ന സമയത്ത് എത്ര രൂക്ഷമായ കാര്യങ്ങൾ പറഞ്ഞാലും ആർക്കും വെറുപ്പ് തോന്നില്ല. ആ ഒളിപ്പിച്ച് വെച്ച് ചിരിയുമായ അദ്ദേഹം പറയാവുന്ന തമാശകൾ അത് കാര്യങ്ങളാണ്. എത്ര വലിയവരോട് അദ്ദേഹം പറയാതെ പറഞ്ഞു. അപ്പൊ മാജി സാഹിബ് പറഞ്ഞോട്ടെ, എല്ലാവരും അംഗീകരിച്ചു കൊടുത്തിട്ട് പ്രത്യേക അവകാശം അദ്ദേഹത്തിനുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു നോക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥാനത്ത് എത്തുന്നതിന്റെ ഒരു നിയോഗത്തെ പറ്റി വിലയിരുത്താനില്ല. മജീദ് സാഹിബ് ശരിക്കും പറഞ്ഞാൽ എവിടെയും എത്തിയിട്ടില്ലെന്ന്, അങ്ങനെ നമ്മൾ എത്തിയില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിൽ ഉന്നതി എത്തിയില്ലെന്നോ വലിയ സ്ഥാനത്തെത്തിയില്ലോ എന്നല്ല. ആളുകൾ ഇപ്പോഴത്തെ കണക്കൂട്ട എവിടെ എത്തിയില്ല. ഇപ്പോഴത്തെ എവിടെ എത്തിയില്ല എന്ന് പറയുന്നതിന്റെ സംഗതി പാർലമെന്ററി പൊസിഷൻസിന്റെ ഒക്കെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മഞ്ജു സാഹിബ് എവിടെ എത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ചു, പക്ഷേ അസംബ്ലി കൂടിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ വേറെ ഒരു നിലയിലുള്ള പ്രത്യേകമായ ഒരു അംഗീകാരം അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും നോക്കാതെ ഒട്ടും പുസ്തകമില്ലാതെ ജോലി ചെയ്തു. സി.പി. സാഹിബ് പിന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു പ്രത്യേക ദൗത്യം, സി സാഹിബ് ദീർഘദൃഷ്ടിയോട്ടായിരിക്കും STU കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. STU എന്നുള്ള ആശയത്തിന്റെ വിജ്ഞാതാവ് സി സാഹിബാണ്. ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അനിവാര്യത. അപ്പൊ അന്ന് പല ചർച്ചകളും നടന്നിരുന്നത് ലീഗിന്റെ അനുഭവിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിലെ അതൊരു എന്നെ ഇപ്പോട്ടെ എന്നിട്ട് അതില് STU ഇല്ല മതിയല്ലോ. സി സാഹിബ് പറഞ്ഞു അത് വേണ്ട, അത് തൊഴിലാളികൾ സ്വന്തമായിട്ട് അവരുടെ ജോലി ചെയ്യട്ടെ, അതിന് അവരുടേതായിട്ട് ഒരു സംഘടന മേലിലേക്കും തന്നെ മതി, 10 കോടി STU എഴുതണ്ടെന്ന് സി സാഹിബ് പറഞ്ഞത്. അപ്പൊ സി സാഹിബ് തൊഴിലാളികളുടെ വർക്ക് നടത്താൻ പറ്റിയ ചുമതലപ്പെടുത്തിയ ആളായിട്ട് പോകുന്ന സി സാഹിബ്. അത്തന്നെ ഉണ്ടായിരുന്നു വന്യനായ ഔക്കാദുദ്ദീൻ നഹർ സാഹിബാണ് അധ്യക്ഷൻ. ഞാൻ നല്ലോണം ആലോചിച്ച് പോവുകയാണ്. ഒരു വക്കീൽ എപ്പോഴും തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് ഒരു വക്കീലാവുന്നത് കോൺസ്റ്റന്റ് ഇപ്പോഴില്ല. പക്ഷെ അന്ന് മാവൂരിൽ അന്ന് യൂണിയൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വക്കീലിന്റെ പ്രസിഡന്റ്. ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. വക്കീൽ സങ്കല്പമാണ്, ഇല്ല. പക്ഷെ വക്കീലിന്റെ പേരിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് കാലം. ആ സമയത്ത് മജീദ് സാഹിബ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി STU കെട്ടിപ്പെട്ടു. അത് സി സാഹിബ് അദ്ദേഹത്തിന് കൊടുത്തൊരു നിയോഗമായിരുന്നു. എനിക്ക് തോന്നുന്നത് 66 വെച്ചാണ്. നടക്കാവില് CHന്റെ വീട്ടിന്റെ അടുത്തൊരു മദ്രസ ഉണ്ട്. ആ മദ്രസയിൽ ഒരു യോഗ ഉണ്ട്. ഞാൻ ചെറിയ മാവൂരിയാണ് കമ്പനിയിൽ കയറാൻ ശ്രമിക്കുന്ന കാലമാണ്. SLC കഴിഞ്ഞു വന്നത്. എല്ലാവരും പറഞ്ഞ് അവിടെ വലിയ കമ്പനി വരികയാണ്, അവിടെ യൂണിയൻ ഉണ്ടാക്കുന്നതിൽ STU ഉണ്ടാക്കുന്നതിന് അവരെ ചട്ടം ചെയ്തു. ഞാൻ വന്ന് വളരെ കഴിഞ്ഞിട്ടൊക്കെ അത് പറഞ്ഞു. അപ്പൊ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് രോഗം കഴിഞ്ഞിട്ട് TH കുട്ടി പോയി. അവിടെ ആളെ പറഞ്ഞിട്ട് ആ കുട്ടിനോട് വരാൻ പറയും. ഞാൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഈ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന്റെ ഇടയിലുള്ളവരെല്ലാം വളർന്നു വരണം. അതായത് പുറത്തുനിന്ന് ഒരാളൊന്നും യൂണിയൻ ഉണ്ടാക്കി ചെയ്യുക. നിങ്ങളതിന്റെ മാർഗരേഖയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടായിരുന്നു. ഞാൻ 3 ആളുണ്ട് നാട്ടിൽ ഒന്നൊരുകാരന്റെ EK ഉണ്ട്. ആരോടും പറഞ്ഞിട്ട് ഞാൻ അവരോട് വന്ന് നോക്കും, എന്നിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ നിങ്ങൾ എന്നെ സംഘടിപ്പിക്കണം പറഞ്ഞു. അങ്ങനെ യഥാർത്ഥത്തിൽ STU എന്നുള്ള ആശയം സി സാഹിബിന്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നത് പ്രവർത്തകർക്ക് കൊണ്ടുവരാൻ കരുത്തനായ ഒരു നേതാവിനെ അന്വേഷിച്ച സി സാഹിബിന്റെ ദീർഘദൃഷ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ STUവിന്റെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം മജീദ് സാഹിബിന് ഉണ്ടാക്കി കൊടുത്തു. കുട്ടികളുടെ ത്യാഗം അദ്ദേഹം സഹിച്ചു, കഷ്ടപ്പെട്ടു. സൗകര്യങ്ങളൊന്നും അദ്ദേഹം അനുഭവിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ വിധത്തിലുള്ള വ്യക്തിയാണ്.
ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തി, ഒരുപാട് ത്യാഗം ചെയ്ത വ്യക്തി, ഒരുപാട് സേവനങ്ങൾ ചെയ്തപ്പോഴും തന്നെക്കാൾ ചെറിയവരും പ്രായമുള്ളവരുമൊക്കെ മേലോട്ട് കടന്നു പോകുന്ന സമയത്ത് യാതൊരു അനിഷ്ടവും കാണിക്കാതെ അവരെ അഭിവാദ്യമർപ്പിച്ച് അരികിൽ ചേർന്ന് നിൽക്കുകയും ചെയ്ത നേതാവായിരുന്നു. അദ്ദേഹത്തെ മരിക്കാൻ വേണ്ടി കാലമിട്ടയായിട്ടും ഒരു നല്ല അനുസ്മരണ സമ്മേളനം ഇപ്പോഴും സജീവമായി വിളിച്ചുകൂട്ടിയ ഈ ഫൗണ്ടേഷന്റെ സംഘാടകരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റു സ്നേഹിതന്മാരൊക്കെ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നേതാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഇന്നത്തെ രൂപത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവര് ത്യാഗം സഹിച്ച എന്തിനാണ്? അവർ നടന്ന പാതയിലെ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും. ആ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ട് അവർ കടന്നു കാലിൽ കല്ല് കൊള്ളരുത്, അല്ലെങ്കിൽ മുള്ളു തറക്കരുത്, അല്ലെങ്കിൽ വേദനിക്കരുത്. അതുകൊണ്ട് ഈ പാപഭാരം ഞങ്ങൾ തന്നെ ചുവത്തുനിന്ന് എല്ലാം മാർഗം ക്ലിയറാക്കി കൊടുക്കാം, ഞങ്ങൾ കുട്ടികൾ ഉഷാറായിട്ട് വരട്ടെ എന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയാൽ ആ നേതൃത്വങ്ങളെ ഓർക്കുക എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിന്റെ ഒരു കർത്തവ്യമാണ്. ഇത് നമ്മൾ അതുപോലെ ഉന്നതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് ഈ ചർച്ച സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയതെന്ന് സംഘാടകരോടെല്ലാം നമ്മുടെ നന്ദി കൂടി പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിണാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വാറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം, വളരെ താങ്ക് യു റഷീദ് സാഹിബ്. ഇനി വളരെ പ്രിയപ്പെട്ട പി എ റഷീദ് സാഹിബ്, അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മറ്റൊരു പരിപാടി കൂടി ഉള്ളത് കൊണ്ട് റഷീദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പി എ റഷീദ് സാഹിബ്. അസ്സലാമു അലൈക്കും. റഷീദ് സാഹിബിന്റെ വളരെ ശ്രദ്ധേയമായ പ്രസംഗം ഞാൻ കേട്ടു. ഞാൻ മജീദ് സാഹിബിന്റെ മക്കളെ, പ്രത്യേകിച്ച് കരീം സാഹിബ് ഉൾപ്പെടെയുള്ള മക്കളെ അഭിനന്ദിക്കുക. ഏതായാലും മജീദ് സാഹിബിനെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിയെ അനുസ്മരിക്കാൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന് നേതൃത്വം കൊടുക്കുന്ന UK മുഹമ്മദ് കുഞ്ഞിയെ അഭിവാദിച്ച് MC ഇനി പ്രസംഗിക്കാനുണ്ട്. ഞാൻ വളരെ സുദീർഘമായിട്ട് പറഞ്ഞു കേട്ടെ. അവരുടെ കുട്ടി ഭാഷ, പഴയ നമ്മുടെ ഹുസൈൻ കോയ തങ്ങൾ, അങ്ങനെ വളരെ പഴയ ആളുകൾ ഇതിലുണ്ട്. ഞാൻ മജീദ് സാഹിബിനെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് പേര് ഞങ്ങൾ കൂട്ടായി മുഹാജിർ സാഹിബ്, ഞങ്ങൾ കൂട്ടായിക്കാരുടെ രാഷ്ട്രീയ ഗുരുവാണ് മുഹാജിർ സാഹിബ്. പഴയ മലബാറിലെ ഒരു പ്രമുഖ നേതാവായിരുന്നു. മുഹാജിർ സാഹിബിന്റെ കൂടെ ഒരുപാട് 2-3 മീറ്റിങ്ങുകൾക്ക് മജീദ് സാഹിബ് ഞങ്ങളുടെ നാട്ടിൽ വന്നത്. മജീദ് സാഹിബിന്റെ പ്രത്യേകത നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ മാതിരി എന്ത് അസൗകര്യങ്ങളും അദ്ദേഹത്തുമായിരുന്നു. ഒരു മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞാൽ വരും, കൂട്ടായിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കുറെ നടന്ന് പിന്നെ ഒരു കടത്ത് വഞ്ചിക്ക് കടന്നിട്ട് വളർത്താൻ ഒരിക്കലും ഒരു യോഗം ഇങ്ങനെ അവസാനിക്കുന്ന നേരത്താണ് മജീദ് സാഹിബ്. മജീദ് സാഹിബിന്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസംഗം അനുകരിച്ച് അതുപോലെ പ്രസംഗിക്കുന്ന ആളുകൾ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ആ CHന്റെ പ്രസംഗം കേട്ടവരൊക്കെ ഇവിടെ ഉണ്ടാവും ഈ വേദിയിൽ. അതുപോലെ പ്രസംഗിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ മജീദ് സാഹിബിന്റെ പ്രസംഗം ശരിക്കും അതിന്റെ ശൈലി CHന്റെ ഒരു പ്രസംഗം ദൂരെ നമ്മൾ കേൾക്കുമ്പോൾ ആളെ കാണാതെ നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ CH ആണോ പ്രസംഗിക്കുന്നത് തോന്നും. അത്രയും തന്മയത്വത്തോടു കൂടി അദ്ദേഹം പ്രസംഗിക്കുവായി. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി 1965 അദ്ദേഹം സ്വതന്ത്രനായിട്ട് ഗുരുവായൂർ ജനിച്ചു. അത് ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ ഒരു നോവലുണ്ട്, മരിക്കല്ലാണോ എനിക്കറിയില്ല, ഒരു ഗുരുവായൂരിനെ പറ്റിയൊക്കെ പറയുന്ന പിന്നെ ഒരു നോവല്. ആ നോവലിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒരു ചെറിയ സംഭവം. ഒരു കടവത്ത് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗിന്റെ കൊടി കാണുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഒരു മുസ്ലിം ലീഗുകാരാണ് അവർ ജയിച്ചത് എന്നൊരു പരാമർശം. ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അത്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് MV അബൂബക്കർ സാഹിബ്, പിന്നെ DCC പ്രസിഡന്റ് ഒക്കെ MV അബൂബക്കർ സാഹിബിന്റെ ചെറിയ വോട്ടിന് 5 വോട്ടിനാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ഒരു ധാരണയുണ്ട് CPM മുസ്ലിം ലീഗ് SSP ഒക്കെ ഒരു പരസ്പര നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അദ്ദേഹം ജയിച്ചു. പക്ഷെ 67 വന്നപ്പോൾ അദ്ദേഹം വന്ന് സീറ്റൊക്കെ വന്നു. 70 ലീഗിന് ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ഗുരുവായൂർ. പിന്നീട് 77 മുതൽ ഒരുപാട് കാലം നമുക്ക് ആ സീറ്റ് കിട്ടി. PVC തങ്ങൾ ജയിച്ചു, പിന്നെ ബാവ സാഹിബ് ജയിച്ചു. പക്ഷെ പിന്നീട് ഗുരുവായൂർ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതിന് കാരണങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ബഷീർ സാഹിബ് പറഞ്ഞ ആ പടിഞ്ഞാറൻ മേഖലയിലൊക്കെയുള്ള നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ മജീദ് സാഹിബിനെ ഓർക്കുന്ന ഒരുപാട് ആളുകൾ, പഴയ ആളുകളൊക്കെ പറയുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ 1957 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം
പട്ടാമ്പിയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വാഫയ്ക്ക് തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒറ്റക്കാണ് മത്സരിക്കുന്നത്. അപ്പൊ അവിടെ അന്ന് KP തങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ട ഒരു സമയമാണ്. KP തങ്ങൾ വളരെ പ്രഗത്ഭനായ ഒരാളാണ്. എല്ലാവർക്കും അറിയാം. വെള്ളുവനാട് താലൂക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ കല്ലടി KP മുഹമ്മദ് സാഹിബ് നമ്മുടെ ഇത് പോയപ്പോൾ പകരം വന്ന KP തങ്ങളാണ്. വളരെ പ്രഗത്ഭനാണ്, വളരെ പ്രശസ്തനാണ് KP തങ്ങൾ. പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഇതിഹാസം നിലനിർത്തി. അദ്ദേഹത്തോട് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന മജീദ് സാഹിബ് ആ വീട്ടിൽ പോയിട്ട് KP തങ്ങളെ കണ്ടപ്പോൾ KP തങ്ങൾ പറഞ്ഞ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, കെട്ടിവെച്ച പണം കിട്ടിയാൽ ഞാൻ എന്റെ കാതം കൊണ്ട് അറുത്തു തരും എന്ന് പറഞ്ഞത്രേ മജീദ് സാഹിബിനോട്. കെട്ടിവെച്ച പണം കിട്ടി ഏതായാലും. അങ്ങനെ അദ്ദേഹം 65 പിന്നെ ഇവിടെയാണ് മത്സരിച്ചത്. പിന്നെ 65 ജയിച്ചു. 65 ഇപ്പൊ മുസ്ലിം ലീഗിന് പൊതുവെ 6 ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, 6 സ്വതന്ത്രന്മാരെ, അങ്ങനെ 12 സീറ്റ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ്. മജീദ് സാഹിബ് എന്ന് പറഞ്ഞ ആ പ്രസംഗത്തിന്റെ, നമ്മളിപ്പോ ദഗ്ധബാധ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ മാതിരി അന്ന് ദഗ്ധബാധരായിട്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്നുണ്ടാക്കിയതാണ്. അന്ന് നേതാക്കന്മാരുടെ പ്രസംഗവും ചന്ദ്രികയും മാത്രമാണ്, ആ വാമൊഴിയും വരമൊഴിയും മാത്രമാണ് ഈ സംഘടന ഉണ്ടാക്കാണ്ടായിരുന്നത്. ഇത് കാറോ മറ്റു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ത്യാഗിവര്യരെ പോലെ നടപ്പുരാളാണ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പിളർപ്പ് യഥാർത്ഥത്തിൽ വലിയ ദൗർഭാഗ്യകരമായ പിളർപ്പ് നമ്മൾ പറയുന്നതാണ്. മജീദ് സാഹിബിനെ പോലെയുള്ള പ്രതിഭാസമ്പന്നരായ ആളുകൾ പിന്നീട് അങ്ങനെ പറയേണ്ടി വരാനില്ല. ഉത്തരേന്ത്യ ലീഗിന്റെ പക്ഷത്തായിരുന്നു അദ്ദേഹം. പിന്നെ മുസ്ലിം ലീഗ് ലയിച്ചു. 85 ഒരു ലീഗായി, ലേലം നടന്നു. പിന്നെ അദ്ദേഹം കർഷക സംഘത്തിന്റെ പ്രസിഡന്റ്. അന്നൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും അവസാനമായിട്ട് ചന്ദ്രികയിലാണ്, ഞാൻ ചന്ദ്രിക കിട്ടിയതിനു ശേഷം ഒരിക്കൽ ചന്ദ്രികയിൽ പോയപ്പോ എന്തോ ഒരു കൗൺസിലിനോ മറ്റോ ഒന്നാണ് മജീദ് സാഹിബ് അന്ന് ഒരു കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ബാൻഡേജ് കൂടി ചന്ദ്രിക. സത്യത്തിൽ എനിക്ക് അന്ന് അദ്ദേഹത്തോട് ഒരു വിഷമാണ് തോന്നിയത്. അങ്ങനെ ബാൻഡേജ് കെട്ടി അങ്ങനെ അവിടെ വരാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതിനെ ഞാൻ സൂചിപ്പിച്ച് മജീദ് സാഹിബ് ഇങ്ങനെ ഒരു ആ സ്റ്റോയിക്ക് ചിരിയുമല്ലോ, അദ്ദേഹത്തിന്റെ ചിരിയോടുകൂടി എന്റെ പറയുന്നത് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് വന്നാണ്. നേതാക്കന്മാരായിട്ട് സംസാരിച്ചത് പോയി ചെയ്തു. അപ്പൊ അന്ന് അനാരോഗ്യം വന്നുപോയി. ആരോഗ്യം ക്ഷയിച്ചോടുകൂടി അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രമേഹോ രോഗയിലും. അങ്ങനെ അദ്ദേഹം അങ്ങനെ പ്രായം അങ്ങനെ പിന്നെ അങ്ങനെ പോയി. പക്ഷെ നമ്മൾ ഒരിക്കൽ കാര്യം എന്ന് പറഞ്ഞാൽ പഴയ പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തിരൂർ താലൂക്കും പൊന്നാനി താലൂക്കും കൊടുങ്ങല്ലൂർ താലൂക്കും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ആ പൊന്നാനി താലൂക്ക്. ഈ പൊന്നാനിക്ക് പോകുന്നതാണ് പഴയ നേതാക്കന്മാർ പറയാൻ. പൊന്നാനിയിൽ ആ പ്രദേശത്ത് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന വലിയ പങ്കുവച്ച ഒരാളാണ് ടി കെ അബ്ദുൽ മജീദ് സാഹിബ്. അതുപോലെ തന്നെ പൊന്നാനി VPC തങ്ങൾ, നമ്മുടെ മുഹാജിർ സാഹിബ്, C ഹംസ സാഹിബ്, അങ്ങനെ ഒട്ടേറെ നേതാക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹമാണ് നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ മാതിരി തിരുവിതാംകൂറിലെ ഒരു ഓർഗനൈസിംഗ് ചുമതല പോലും ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. അങ്ങനെ കുറെ മുസ്ലിം ലീഗിന്റെ ഓർഗനൈസർമാരൊക്കെ ഉണ്ടായിരുന്നു. എറണാട്ടിലെ ഒരു ഓർഗനൈസർ ഉണ്ടായിരുന്നു, ഈ കുരിക്കൽ അഹമ്മദ് കുരിക്കൽ തീൻകുട്ടി മുമ്പാണ്. നമ്മളൊന്നും അവരൊന്നും ഓർക്കാറില്ല. അവരൊക്കെ അങ്ങനെ അപ്രത്യക്ഷമായി ചരിത്രത്തിൽ. അതുപോലെ അപ്രത്യക്ഷമാവേണ്ട ഒരാളല്ല മജീദ് സാഹിബ്. ടി കെ അബ്ദുൽ മജീദ് സാഹിബിനെ നമ്മൾ അനുസ്മരിക്കണം. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണം. അദ്ദേഹത്തിന് കാലം അടയാളപ്പെടണം. ആ ആളുകൾ നേതാക്കളെന്ന് പിന്നാലെ നടന്ന ഈ സംഘടന കെട്ടിക്കൊടുത്ത അവരെ എല്ലാ ആശംസകളും പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷീർ സാഹിബ് വളരെ സന്തോഷം, താങ്ക്സ്. നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട CP സയ്യിദ് അലവി സാഹിബ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എംസിനെ കാണുന്നുണ്ടല്ലോ. എംസിനെ നിങ്ങൾ വിളിച്ചിട്ട് എംസിനെ കുറച്ച് വിശദമായ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളതാണ്. ബഹുമാനപ്പെട്ട ET മുഹമ്മദ് സാഹിബ്, MC ബഷീർക്ക, ഹുസൈൻ കോയ തങ്ങൾ തുടങ്ങി ഒരു താരനിര തന്നെ ഇതിൽ പ്രസംഗിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ UK മുഹമ്മദ് കുഞ്ഞി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പാർട്ടി ചരിത്ര പഠനങ്ങൾക്ക് പുതുതലമുറയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പുതിയ കാലത്തിലേക്ക് സംഘടനയുടെ ചരിത്രവും അറിവും പകർന്നു നൽകുന്നതാണ്. എല്ലാവരും ചേർന്നുള്ള ഒരു നല്ല കൂട്ടായ്മയാണത്. നാട്ടിക അബ്ദുൽ മജീദ് സാഹിബ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു തലമുറക്ക് അത്ര അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. UK തന്നെ അതിന്റെ കാരണം പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു നല്ല കാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലാണ്. പിന്നെ മറ്റൊന്ന്
ഈ പാർട്ടിയിലെ തന്നെ ഒരു ഭിന്നതയുടെ കാലത്താവുമ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പ്രദേശത്തൊക്കെ അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ പെരിന്തൽമണ്ണ താലൂക്കിന്റെ പിന്നെ ഏറനാട് താലൂക്കിന്റെ ഭാഗങ്ങളിലൊക്കെ അത്രയൊന്നും അടുത്ത് എനിക്ക് പരിചയമില്ലായിരുന്നു. പക്ഷെ പിന്നെ ഈ പാർട്ടിയുടെ ലയനത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നതും. ഇവിടെ റഷീദ് പറഞ്ഞതുപോലെ ഘോരഘോരം പ്രസംഗിക്കുകയും ദക്ഷിണ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താനും വേണ്ടിയിട്ട് ജീവൻ തന്നെ സമർപ്പിക്കുകയും ചെയ്ത ഒരാള്. ദക്ഷിണ കേരളം എന്നല്ല, കേരളത്തിൽ പൊതുവെ മുസ്ലിം ലീഗ് ആവാൻ ഒരാളും ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ ലീഗ് ആവുമോ, ഇതിന്റെ കൊടിയൊന്നും ഉയർത്തുമോ എന്ന് കാണുന്നവരോട് ചോദിച്ച് പള്ളിയിൽ താമസിച്ച് അങ്ങനെ അലഞ്ഞ് ഊരു ചുറ്റി നടന്ന് ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. ചരിത്രത്തിൽ പലരും പല പേരുകളൊക്കെ മാഞ്ഞു പോകുമെങ്കിലും നമ്മുടെ വലിയ അധികാര സ്ഥാനങ്ങളിൽ പാർലമെന്ററി പദവികളിലൊക്കെ ഇരുന്ന ആളുകളാണ് ചരിത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുക എന്നുണ്ടെങ്കിൽ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരുടെ ത്യാഗത്തിന്റെ വിലയായിട്ട് സമൂഹത്തിന്റെ തലമുറകളുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് തെളിവാണ് നാട്ടിക അബ്ദുൽ മജീദ് സാഹിബിനെ കുറിച്ചുള്ള ഈ ഒരു അത് ഈ സ്മരണകൾ പങ്കുവെക്കുന്ന ഈ വേദി എന്ന് പറയുന്നത്. കാരണം ജീവിതം പാർട്ടിക്കായി ചെലവഴിച്ചത്, സമുദായത്തിനായി ചെലവഴിച്ചത്, അവർ മുസ്ലിം ലീഗിന് വേണ്ടി പ്രയത്നിച്ച ഒരു കാലഘട്ടം ഏതാണെന്നുള്ളത് നമുക്കറിയാലോ. ഒരു അതീവ സങ്കീർണമായ 40കൾ എന്ന് പറയുന്നത് വിഭജനാനന്തരമുള്ള ഒരു ഘട്ടം. മുസ്ലിംസിന്റെ പാകിസ്ഥാനിലേക്കുള്ള തീവണ്ടിയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു പലായനം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ഭാഗത്ത് സിഖുകാരും ഹിന്ദുക്കളും കിഴക്കോട്ട് പോകുമ്പോൾ മുസ്ലിങ്ങൾ പടിഞ്ഞാറോട്ട് പോവുകയും 20 ലക്ഷം ആളുകൾ വധിക്കപ്പെടുകയും 2 കോടി ആളുകൾ വഴിയാധാരമാകുകയും ചെയ്ത അത്ര സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ഈ കൊടി ഉയർത്താൻ ഒരാളും തയ്യാറാവാത്ത നേരത്ത് ഈ കൊടിയല്ലാതെ, ഈ പച്ചക്കൊടിയല്ലാതെ മറ്റൊരു തണലുമില്ലായ്മയിലെ മുസൽമാനി എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അതിനുവേണ്ടി ജീവിതവും ആരോഗ്യവും എല്ലാം സമർപ്പിച്ച് ശരീരം ഉലയുമ്പോഴും ദേഹം ഉലയുമ്പോഴും മനസ്സ് തളരാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാപുരുഷനെ, ഒരു മഹൽ വ്യക്തിത്വത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നാട്ടിക മജീദ് സാഹിബിന്റെ ഒക്കെ പോലുള്ള, ഇപ്പോ മുഹാജിർ സാഹിബിനെ പറഞ്ഞു, അൽവിദുസലാം മൗലവി, അങ്ങനെ അവരുടെ ധിഷണ കൊണ്ടും വാഗ്മിത കൊണ്ടും പ്രതിഭ കൊണ്ടുമെല്ലാം പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ച് ഈ പാർട്ടിയെ വരാനിരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയെടുത്തവരാണ് അവർ. അതായത് നാം ഇന്ന് കാണുന്ന കാലത്തിന്റെ യഥാർത്ഥ ശില്പികൾ എന്നവരാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഈ മഹാപുരുഷന്മാരുടെ കൂടെയാണ് ഗായിദ് ഉസ്മാൻ സാഹിബിന്റെയും സി സാഹിബിന്റെയും ആഫ്രിക്കകളുടെയും ഒക്കെ കൂടെ CH-ന്റെയും സാഹിബിന്റെയും കൂടെ സഞ്ചരിച്ച ആളുകൾ. അതിലാണ് മജീദ് സാഹിബ് ഉള്ളത്. മജീദ് സാഹിബ് അവരൊക്കെ ആ ഒരു കാലത്ത് അവര് ചെന്നുപെടുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ അവരുടെ വാഗ്മിത കൊണ്ടും അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടും അവർക്ക് അതിൽ വളരെ ഉയരങ്ങളിൽ കയറിപ്പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങളോ സൗഭാഗ്യങ്ങളോ ആലോചിക്കാതെ ഒരു സമുദായത്തിന്റെ ഭാവിയെ, കാരണം മുസ്ലിം ലീഗിൽ നിന്നാൽ മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം എന്ന് പറയുന്നതൊക്കെ ഒരു കൗതുകമായിരുന്ന ഒരു കാലത്ത് സി സാഹിബ് ഒരു തോണിയാത്രക്കിടയിൽ പറഞ്ഞപ്പോ ചിരിച്ചുപോയി നാട്ടിക മജീദ് സാഹിബ് എന്നാണ് ഇന്നലെ നമ്മുടെ രായ്കുട്ടി സാഹിബ് പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. രായ്കുട്ടിയോട് മുമ്പിൽ പറഞ്ഞൊരു കഥയാണത്. അപ്പോ നമ്മൾക്കൊക്കെ ഭാവിയിൽ അധികാരം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ മുപ്പരനെ ചിരിച്ചു അത്ര. കാരണം മുസ്ലിം ലീഗ് അധികാര പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു ഫലിതം മാത്രമായി കരുതിയിരുന്ന ഒരു കാലത്ത് അധികാരത്തിനപ്പുറത്തേക്ക് ഒരു സമുദായത്തിന്റെ ശക്തി, സംഘടിത ശക്തിയെ സാധ്യമാക്കുക എന്നുള്ളതിന് വേണ്ടി പ്രയത്നിച്ച ആ വ്യക്തിത്വം, അതിനുവേണ്ടി എല്ലാം സമർപ്പിച്ചവർ, അതിലാണ് നാട്ടിക മജീദ് സാഹിബ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലം എത്ര കടന്നുപോയാലും ആ ഓർമ്മകൾ നമ്മളിപ്പോ പെട്ടെന്ന് ആളുകൾ മറവിയിലേക്ക് പോകുന്ന ഒരു കാലത്താണ് നാട്ടിക മജീദ് സാഹിബിനെ അദ്ദേഹത്തിന്റെ മകൻ കരീം സാഹിബും UK-യും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ഇങ്ങനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നിട്ടിറങ്ങിയത്. ഒരുപക്ഷെ നമ്മളുടെ ഉത്തരവാദപ്പെട്ട സംഘടനാ സംവിധാനങ്ങളുടെ ഭാഗത്ത് കുറച്ചുകൂടി ജാഗ്രതയും ശ്രദ്ധയും വേണ്ട ഒരു കാര്യമാണത്. ഈ ഇങ്ങനെ കടന്നുപോയ തലമുറകളെ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച മഹാപുരുഷന്മാരെ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തേണ്ടത്. അതിൽ നിശ്ചയമായും നാട്ടിക മജീദ് സാഹിബിന്റെ ഈ ഓർമ്മകൾ പുതിയ കാലത്തിന് ആവേശം പകരും. CH-നെ പോലെ, ഇപ്പൊ റഷീദ് പറഞ്ഞതുപോലെ CH-നെ പോലെ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ഒരാള് അങ്ങേയറ്റത്തെ ആരിലും മതിപ്പുളവാക്കുന്ന വ്യക്തിത്വമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ മതിപ്പുളവാക്കണം, അതായിരിക്കും നമ്മുടെ പാർട്ടിയെ കുറിച്ചുള്ള മതിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നതാണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കണം, പരമാവധി പരാശ്രയമില്ലാതെ ജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആയിരിക്കണം മൂല്യബോധമുള്ള രാഷ്ട്രീയക്കാരനാവേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. രാഷ്ട്രീയത്തിന് മൂല്യങ്ങൾ വേണ്ട എന്ന് കരുതുന്ന ഒരു കാലത്ത് മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന്റെ സന്ദേശമാണ് മജീദ് സാഹിബ്
പകർന്നു നൽകിയത്, മജീദ് സാഹിബിന്റെ തലമുറയും പകർന്നു നൽകിയത്. സ്വതന്ത്ര ദർശന സംഘമായും സ്വതന്ത്ര തൊഴിലാളി യൂണിയനായും യൂത്ത് ലീഗ് യുവജന സ്ഥാനമായും MSF ആയും ഒക്കെ സംഘടനയ്ക്ക് വേണ്ടി സേവനം ചെയ്തു. ചന്ദ്രികയുടെ ദക്ഷിണ കേരളത്തിലെ ഓർഗനൈസറായി ദീർഘകാലം പ്രവർത്തിച്ചു. അതോടൊപ്പം പാർട്ടിയുടെ ഓർഗനൈസറായി പ്രവർത്തിച്ചു. അങ്ങനെ ഒരാൾ പാർട്ടിയെയും പത്രത്തെയും, കാരണം പത്രം എന്ന് പറയുന്നത് ഈ പത്രം തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിന്റെ നമ്മുടെ സന്ദേശ പ്രചരണത്തിന് മുന്നിൽ നിന്നത്. പാർട്ടി എത്താത്തയിടത്തും പത്രമെത്തി, നേതാക്കന്മാർ എത്തിച്ചേരാത്തയിടത്തും പത്രമെത്തി. ആ പത്രത്തിന്റെ പേജുകളിലൂടെ, പത്രത്തിന്റെ സന്ദേശങ്ങളിലൂടെ സംഘടന വളർന്നു വന്നു. മജീദ് മരക്കാരെ പോലുള്ള വലിയ വൻകിടകൾ തിരുകൊച്ചിയിൽ അവരുടെ സ്വന്തമായ മുസ്ലിം ലീഗ് ഉണ്ടാക്കി നിന്നപ്പോൾ ആ വൻമരങ്ങളെ തകർത്ത്, ആ വൻമതിലുകൾ തകർത്ത് അവിടേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി നാട്ടാൻ പോയ ഒരു ധീര സൈനികന്റെ പേരാണ് നാട്ടിൽ അബ്ദുൽ മജീദ് സാഹിബ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ സന്തോഷം, നന്ദി സയ്യിദ് അലവി സാഹിബ്. ഇനി നമ്മോട് സംസാരിക്കുന്നത് ആദരണീയനായ MC വടകര സാഹിബാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MC വടകര സാഹിബിന്. MC വടകര സാഹിബ് അവര് പേരക്കുട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അവര് ഉണ്ടോ? MC വടകര സാഹിബ് എന്തോ സാങ്കേതികമായി ആള് ലൈനിലുണ്ട്, പക്ഷെ എന്തോ ഒരു ട്രബിൾ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഹൈദരലി മാസ്റ്റർ നമ്മോട് അല്പം സംസാരിക്കും. ഹൈദരലി മാസ്റ്ററെ ആദരവോടെ ക്ഷണിക്കുന്നു. ഹൈദരലി മാസ്റ്റർ, പത്തക്കുളം ഹൈദരലി മാസ്റ്റർ ആള് ലൈനിലുണ്ട്. മൂപ്പർക്ക് എന്താ മ്യൂട്ടാണ് അവര് മ്യൂട്ടാക്കിയിട്ടാ ഉള്ളത്. ഫൈസലെ, അവരെ ഒന്ന് അൺമ്യൂട്ടാക്കാൻ പറ്റുമോ? കുഞ്ഞിക്ക, നമുക്കന്ന് അടുത്ത ആള് പോവാം. നമുക്ക് ബിലാൽ सबको पूरा ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീതമാരെ അസ്സലാമു അലൈക്കും. മദീസായുമായി ഞാൻ വളരെ ചെറുപ്പം മുതലേ ബന്ധപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരണ വേളയിൽ ഞങ്ങൾ ഒന്നിച്ച് മദ്രാസിൽ പോയ ഒരനുഭവം ഇന്നും മനസ്സിൽ തേറ്റിവരികയാണ്. മുസ്ലിം ലീഗ് മലബാർ പ്രദേശവും തമിഴ്നാടും വേർപിരിഞ്ഞ് ഭാഷാ സംസ്ഥാന രൂപീകരണ വേളയിൽ ഞങ്ങൾ ഒന്നിച്ച് മദ്രാസിയിൽ 3 ദിവസം താമസിച്ചു.
കോഴിക്കോട്ടിൽ നിന്ന് പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്ന ഒരു ബോഗിയിലാണ് ഞങ്ങളെല്ലാം മദിരാശിയിൽ എത്തിച്ചേർന്നത്. ഇ.പി. സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഞാനും മുഹമ്മദ് സാഹിബും മജീദ് സാഹിബും കുറ്റിപ്പുറത്ത് നിന്ന് ആ ബോഗിയിൽ കയറുകയും മദിരാശിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ മഹാസമ്മേളനം ഇന്നും ഓർമ്മയിൽ തെറ്റുവരികയാണ്. ത്യാഗോജ്വലമായ ഒരു ചരിത്ര പുരുഷനായിരുന്നു മജീദ് സാഹിബ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അദ്ദേഹം 1957 തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പേര് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ, ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. കെട്ടിച്ച കാശി കിട്ടിയാൽ ഞാൻ എന്റെ ചെവി അറുത്തു തരുമെന്ന് പറഞ്ഞ സംഭവം കെട്ടിച്ച കാശിയല്ല, 3ാം സ്ഥാനത്തെത്തി അദ്ദേഹം തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഗുരുവായൂർ മത്സരിച്ച് വിജയിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ആ നിയമസഭ ചേരുകയുണ്ടായില്ല. തുടർന്നും അദ്ദേഹം സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും സ്വതന്ത്ര കർഷക യൂണിയന്റെയും പ്രത്യേകിച്ച് ഞങ്ങൾ വിദ്യാർത്ഥി MSFന്റെ പ്രവർത്തകന്മാരുമായി സഹകരിച്ച് സംഘടനയ്ക്ക് ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രക്രിയയിൽ അദ്ദേഹം സജീവനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ചെയ്തു തന്ന നന്ദികൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇനി അടുത്ത ആരാ? കുഞ്ഞിക്ക MC ഉണ്ടോ? ഇല്ല, അഷ്റഫ് കോക്കൂത്ത ആരും? ഈ വേറെ വിളിച്ചില്ല, ഒരു MC വടകരനെ വിളിച്ചിട്ട് വന്നില്ല. അസ്സലാമലൈക്കും. കുഞ്ഞിക്ക എവിടെ പോയെന്നറിയില്ല. കുഞ്ഞിക്കാനെ കിട്ടില്ല, കോർഡിനേഷൻ കിട്ടില്ല. അപ്പൊ അതെ കുഞ്ഞിക്ക വന്നു. ശരി. എന്താ പ്രശ്നം? ഇനി അടുത്ത ആളാരും കോർഡിനേറ്റ് നോക്കി. അത് പ്രസംഗിച്ചോട്ടെ, കണ്ടിന്യൂ ചെയ്തോ? ഹൈദരാബാദ് മാസ്റ്റർ കഴിഞ്ഞു. അതെയാ? കഴിഞ്ഞു. ഇനി അടുത്ത ആള് MC ഉണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട MC വടകര സാഹിബ് അതേപോലെ ക്ഷണിക്കുന്നു. ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കുഞ്ഞിക്ക അത് എന്തോ പ്രശ്നമൊന്നും ഉണ്ട് കേട്ടാ. പ്രശ്നമുണ്ട്, അവരേലും എന്താ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ട് എന്തായാലും അദ്ദേഹം തുടക്കം മുതലേ ഉണ്ട്. അടുത്ത
അടുത്ത ആരെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അഷ്റഫ് കോക്കൂരാണ്. ഓക്കെ അഷ്റഫ് സാഹിബ്. വലൈക്കും അസ്സലാം. ഓക്കെ അഷ്റഫ് സാഹിബ് കോക്കൂർ കുറച്ചു നേരം സംസാരിക്കാം. അപ്പൊ MC റെഡി ആട്ടെ. ഹലോ അഷ്റഫ് സാഹിബ് കോക്കൂർ. ഓ ബഹുമാനപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ കലാം സാഹിബ്. പ്രിയരായ നേതാക്കളെ, ബഹുമാനായ നേതാക്കന്മാര്, പ്രിയപ്പെട്ട സഹോദരന്മാര്, വളരെ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ കഠിനമായി പ്രവർത്തിച്ച് നമ്മുടെ ഏവരുടെയും സ്നേഹവും ആദരവും നേടിയെടുത്ത മഹാനായ നമ്മുടെ നേതാവ് നാട്ടിക അബ്ദുൽ മജീദ് സാഹിബിന്റെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാന്റെ നാട്ടിക അബ്ദുൽ മജീദ് സാഹിബിനെ നന്ദിയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുക്കിയിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാട്ടിക മത്സരം ഞാനും തമ്മിലുള്ള അടുത്ത ബന്ധം ആരംഭിക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ ദൗർഭാഗ്യമായ പിളർപ്പിന് ശേഷം അഖിലേന്ത്യാ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് നാട്ടിക മത്സരം ഞാനും വളരെ അടുത്ത് ഇടപഴകുവാനും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും അവസരമുണ്ടായത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി മീറ്റിംഗിൽ നാട്ടിക മത്സരത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ചർച്ചയും ആസ്വദിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം ഒരു MLA ആയിരുന്നു. കേരള നിയമസഭയ്ക്ക് തന്നെ അദ്ദേഹം ഒരു മുതൽക്കൂട്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയേറെ വിമർശനങ്ങൾക്ക് ഉരുളക്കുപ്പേര് നൽകുവാനും വളരെ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള ഒരു അസാമാന്യമുള്ള ഒരു മഹാനേതാവാണ് പ്രിയപ്പെട്ട നാട്ടിക അബ്ദുൽ മജീദ് സാഹിബ്. ബഷീർ സാഹിബിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വിമർശനം പോലും ആസ്വദിക്കാൻ വിമർശിക്കപ്പെടുന്നവർക്ക് കഴിയും. അതാരെ എന്നല്ല, ആരെയും തന്റെ അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കിയും വിട്ടു തോന്നു പറയും. വളരെ രസകരമായൊരു സംഭവം അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. മുപ്പരുടെ തർശ്ശീൽ മുപ്പർക്ക് സീറ്റ് നൽകിയതിനെ പറ്റി പറയുമ്പോൾ മുപ്പര് പറഞ്ഞു, ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, കാരണം ജയിക്കില്ല തോന്നിയിട്ടാണ് മജീദിന്റെ സീറ്റ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർക്ക് ഒരു കൊട്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വലിയ തങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, അന്നും ആ തങ്ങളെ നിയന്ത്രിച്ചത് ഈ തങ്ങളായിരുന്നു. ഉമർ ബാബയ്ക്ക് തങ്ങളെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞു. തങ്ങൾ അടക്കി ചിരിച്ചുപോയി. സത്യത്തിൽ വിമർശനം പോലും ആസ്വദിക്കാൻ വിമർശിക്കപ്പെടുന്നവർക്ക് കഴിയുന്ന ഒരു അസാമാന്യമായ കഴിവാണ് നാട്ടിക മജീദ് സാഹിബിനുള്ളത്. എപ്പോഴും ഒരു നർമ്മം, അത് സ്വസിദ്ധമായൊരു ശൈലിയും സ്വസമായൊരു ചിരിയിലും പൊതിഞ്ഞ് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട നാട്ടിക അത്യുജ്വലനായ ഒരു പ്രഭാഷകനാണ്. ആത്മാർത്ഥതയുള്ള ഒരു പഠിതായനാണ്.
നിഷ്കളങ്കനായ നേതാവാണ്. ഇബ്രാഹിം ഷരീഫ് സേഠ് സാഹിബിന് ലീഗിൽ മെമ്പർഷിപ്പ് കൊടുത്ത് ഞാനാണ് സാഹിബ് മാട്ടിയ സാഹിബ് അബ്ദുൽ ബി സാഹിബ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഷീമ സേഠിനെ അടക്കം ഞാനാണ് ലീഗ് ചേർത്തത് എന്ന് അവകാശവാദം ഉന്നയിക്കാം. അത്രയേറെ മുസ്ലിം ലീഗിൽ പാരമ്പര്യമുള്ള കുഞ്ഞിക്ക ബ്രേക്കപ്പ് ആയി നോക്കിട്ടോ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട നാട്ടിക അബ്ദുൽ ബൈ സാഹിബ് ഇത്രയൊന്നും സൗകര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ പാർട്ടിയെ സംഘടിപ്പിക്കുവാനും പാർട്ടിയുടെ പ്രചരണ രംഗത്തും ത്യാഗനിർഭരമായി പോരാട്ടം നടത്തിയ ഏറ്റവും മാതൃകായുക്തനായ നേതാവാണ്. കളങ്കനും സത്യസന്ധനുമായ ആ പ്രിയപ്പെട്ട നേതാവിനെ അനുസ്മരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കിയ ഇത് സംഘാടകരെ ഒന്നുകൂടി പ്രശംസിക്കുകയും അദ്ദേഹത്തിനുള്ള മഹഫറത്തും റഹ്മത്തും നൽകി അനുഭവിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ലഭിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം, നന്ദി അബ്ദുറഹ്മാൻ കലായി സാഹിബ്. MC വടകര സാഹിബ് ലൈനിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MC വടകര സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ആരെ വിളിച്ചത്? MC വടകര സാഹിബ്. MC വീണ്ടും ലെഫ്റ്റ് ആയോന്ന് MC എന്തോ ഫോണിന് എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു. MC ഇപ്പം വീണ്ടും പോയിട്ടാ ഉള്ളത്. അഷ്റഫ് ഖാനെ വിളിക്കുക. അഷ്റഫ് ഖാൻ ഓക്കെ ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ്, കോക്കൂർ അഷ്റഫ് സാഹിബ്, അദ്ദേഹം ആദരവോടെ ക്ഷണിക്കുന്നു. അഷ്റഫ് സാഹിബ് അസ്സലാമലൈക്കും. വാലിക്കും അസ്സലാം. ബഹുമാനപ്പെട്ട പി കെ അബ്ദുൽ മജീദ് അനുസ്മരിക്കുന്ന ഓൺലൈൻ മീറ്റിംഗ് ആണ് നമ്മളൊക്കെ ഉള്ളത്. അദ്ദേഹവുമായി നേരിട്ട് പ്രവർത്തിച്ചതോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയോ സാധിച്ച ഒരാളല്ല. പ്രവർത്തനം നോക്കിക്കാണാൻ സാധിച്ച ഒരാളല്ല ഞാൻ. എന്റെ പിതാവ് ബഹുമാനം കണ്ടെത്തിയായിരുന്നു. അന്ന് താലൂക്കിന്റെ കൊടുങ്ങല്ലൂരിലെ ആലവരെ താലൂക്കിനകത്ത് യോജിപ്പിച്ചുകൊണ്ട് മലബാറിൽ തിരുവിതാംകൂർ സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു. ചൂണ്ടിക്കാണിച്ചതുപോലെ മജീദ് സാഹിബിന്റെ ഒരു താവളം ഇടത്താവളം കോക്കൂരായി. അപ്പൊ കോക്കൂരിൽ വന്ന് താമസിക്കും. പിറ്റേ 1-2 ദിവസം ഇവിടെ താമസിച്ചതിന് ശേഷം വീണ്ടും യാത്ര പുറപ്പെടും. എന്റെ പിതാവും കൂടെ പോകും. അങ്ങനെ പോയി വന്നൊരനുഭവം ധാരാളമുണ്ട്. അദ്ദേഹത്തെ നേരിൽ കണ്ട, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ താമസിച്ച് വീട്ടിൽ ഇവിടെ പറഞ്ഞ പോലെ ഈ ഫലിതങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നങ്ങനെ ആ പറയപ്പെട്ട പോലെ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ലല്ലോ. വീട്ടിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാവർക്കും വാഹനങ്ങളില്ല. പക്ഷെ ഇവിടെ എന്റെ പിതാവിന് വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനമാണ് അതിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. വരുന്ന സമയത്ത് ഒരു കെട്ട് മാറഹപ്പ് അവരുടെ വസ്ത്രങ്ങളായിരിക്കും. അത് പിന്നെ അലക്കി തേച്ച് പിന്നെ കൊണ്ടുപോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരും. അങ്ങനെ പ്രവർത്തനം നടത്തിയ ഒരു അനുഭവം എനിക്ക് ധാരാളം ഉണ്ട്. മജീദ് സാഹിബിന്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തിരുവിതാംകൂറിൽ മർഹൂം BBC തങ്ങള്, എന്റെ സുഹൃത്ത് CA റഷീദിന്റെ പിതാവ് CS അബ്ദുൽ സാഹിബ്, MB കുഞ്ഞബ്ദുള്ള സാഹിബ്, RP മൊയ്തൂർ സാഹിബ്, അങ്ങനെയുള്ള ആ പഴയകാല നേതാക്കന്മാരെയൊക്കെ ഓർക്കാൻ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ മലബാറിലുള്ള നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഓർക്കാൻ ഈ ഭാഗത്തുള്ള ആളുകളെയാണ് സാധിക്കാറുള്ളത്. അപ്പൊ അതൊക്കെ മഹാനായ മർഹൂം സീദ് സാഹിബ് ഞങ്ങളുടെ തറവാട് വീടായ കോക്കൂരിന് മാനങ്കണ്ടത്ത് സ്ഥിരം താമസക്കാരനായിരുന്നു. ഇടത്താവളം ചരിത്രത്തെ രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട്. സത്താർ സേഠ് സാഹിബ് അടക്കം ഇവിടെ താമസിച്ച് പിന്നെ ഇവിടുന്ന് പോയി ചാവക്കാട് പ്രദേശത്തൊക്കെ യോഗങ്ങളിലൊക്കെ സംബന്ധിച്ച് പോയ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയ രേഖകളിൽ നിന്ന് വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. CPക്കൊക്കെ ഒരുപക്ഷെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളെ
ഓർക്കാൻ സാധിച്ചപ്പോ ഹൈദരലി മാഷ് നമ്മുടെ മേഖലയിലെ ഏറ്റവും പ്രായമുള്ള ഹൈദരലി മാഷ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സദസ്സിൽ വെച്ച് കണ്ടിരുന്നു. എന്നൊക്കെ ഈ സംഘടനാ രംഗത്തേക്ക് പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ് മാഷ്. മാഷൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് സത്യത്തിൽ മറന്നു പോവുകയാണ്. CP പറഞ്ഞ പോലെ അങ്ങനെ പലരെയും മറക്കുകയാണ്. മാഷൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ ഇരുന്ന് സംഘടനാ രംഗത്ത് ശബ്ദമുയർത്തിയ വ്യക്തിത്വമൊക്കെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഓർക്കാൻ സാധിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് മഹാനായ മർഹൂം PK അബ്ദുൽ മജീദ് സാഹിബ്. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ പേരമക്കളൊക്കെ ചേർന്നുകൊണ്ട് ഫൗണ്ടേഷൻ രൂപീകരിച്ചു. അവരൊക്കെ ഞങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോ എനിക്കൊക്കെ അത് വലിയ സന്തോഷം തോന്നി. കാരണം അവരതിനുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയെങ്കിലും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വളരെ വഴിയാണെങ്കിലും ഓർക്കാൻ അങ്ങനെ അവസരം ഉണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഒക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹം ഇവിടെ നന്നായി മുറുക്കുമായിരുന്നു. എന്റെ വീട്ടിൽ എന്റെ മാതാവും നന്നായി മുറുക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അനുഭവങ്ങളൊക്കെ ധാരാളമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, കുറിയ ഒരു ശരീര പ്രകൃതിയുള്ള ആ വ്യക്തിത്വം ഇന്ന് മനസ്സിൽ കാണുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെയാണ് ഓർക്കാൻ, പ്രത്യേകിച്ചും UK യുടെ നേതൃത്വത്തിൽ പഴയ കാലങ്ങളൊക്കെ ഓർത്ത് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു അനുഭവം ഒക്കെ ഉണ്ട്. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ധാരാളം ആളുകൾ ഇവിടെ സംബന്ധിക്കാനുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച നമ്മൾ മൺമറഞ്ഞു പോയ ആ മഹാന്മാർക്കൊക്കെ അള്ളാഹു മഹത്വത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും അബ്ദുൽ മജീദ് സാഹിബിന് മറന്നുത്ത് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം അഷ്റഫ് സാഹിബ്. നമ്മളെ റഷീഖ് ഉണ്ട്, മറ്റേ CA ഉണ്ട്, അടുത്തത് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട CA റഷീദ് സാഹിബ്, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. CA റഷീദ് സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ഒരു വലിയ കാലം കൃത്യമായും അടയാളപ്പെടുത്തി സാമൂഹിക പ്രതിബദ്ധതയോടെ നമുക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ വ്യക്തിത്വത്തെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. മജീദ് സാഹിബ് ഉയർത്തിയ ഹരിത രാഷ്ട്രീയം, അതിനുവേണ്ടിയുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ സമൂഹം എന്നും നന്മ നിറഞ്ഞ ഓർമ്മകളായി ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നാട്ടുകാരനാണ് മജീദ് സാഹിബ് എന്നത് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഉയരം കൊണ്ട് കുറവും വിവരം കൊണ്ട് ഏറെ സമ്പന്നവുമായ ഒരാളായിരുന്നു മജീദ് സാഹിബ്. ഇവിടെ ET ഉൾപ്പെടെ അവസാനം ഞാൻ സംസാരം കേട്ട പ്രിയപ്പെട്ട അഷ്റഫ് കോക്കൂർ സാഹിബ് ഉൾപ്പെടെ സൂചിപ്പിച്ചു വെച്ചത് ആ വലിയ വ്യക്തിത്വത്തെ കുറിച്ചാണ്. ഒരു നാട്ടുകാരന്റെ ഹൃദയവികാര വായ്പോടെയാണ് ഞാൻ പ്രിയപ്പെട്ട മജീദ് സാഹിബിനെ കാണുന്നത്. നാട്ടിക എന്ന ഞങ്ങളുടെ ഗ്രാമം വിശ്വപ്രസിദ്ധ സിനിമാ സംവിധായകൻ രാമുകാര്യത്തിന്റെ ചെമ്മീനിലൂടെ പ്രശസ്തമായിരുന്നുവെങ്കിൽ കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തിൽ അക്കാലത്ത് മറ്റൊരു രീതിയിൽ അറിയപ്പെട്ടിരുന്നത് നാട്ടിക മജീദ് സാഹിബ് എന്ന നാമധേയത്തിലായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പിശുക്കുമില്ല. തന്റെ വാഗ്ദോരണി കൊണ്ട് കേരളീയ സമൂഹത്തിനിടയിൽ സ്ഥാനം പിടിച്ച ഒരാളാണ് പ്രിയപ്പെട്ട മജീദ് സാഹിബ്. തന്റെ പ്രത്യേകമായ വാക്ചാതുര്യവും
ആഖ്യാന ശൈലിയും ഒക്കെ വേറിട്ട് നിന്നതാണ്. ജൂനിയർ CH എന്ന നാമധേയം അദ്ദേഹം ഏറെ അഭിമാനത്തോടെ കൊണ്ടു നടന്ന ഒന്നാണ്. ഞാൻ തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഓർത്തു പോവുകയാണ്. ഞാൻ ശ്രോതാവായിരുന്നില്ല. എന്റെ പിതാവ് ഉൾപ്പെടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പഴയകാല നേതാക്കൾ മരണപ്പെട്ടുപോയ CD തങ്ങളും കുഞ്ഞബ്ദക്കയും ഉൾപ്പെടെ പറഞ്ഞ വർത്തമാനങ്ങളിൽ നിന്നും ഉള്ളതാണ്. അദ്ദേഹം തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്നു. ആ ഭക്ഷണം കഴിച്ച ശേഷം ആ ഭക്ഷണത്തോട് അത്ര വലിയ മതിപ്പുണ്ടായി. അന്ന് മട്ടൻ ആട്ടിറച്ചിയാണ് കഴിച്ചത്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞു. ഹോട്ടലിലെ വെയിറ്ററുടെ മറുപടി തൃപ്തികരമായിരുന്നില്ല. അന്ന് തൃശ്ശൂർ വിദ്യാർത്ഥി കോർണറിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മജീദ് സാഹിബ് പറഞ്ഞു, വലിച്ചാൽ നീളുന്നതും വിട്ടാൽ യഥാസ്ഥാനത്ത് എത്തുന്നതുമായ വസ്തു എന്ത് എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ പറയും അത് റബ്ബറാണ്, റബ്ബർ ബാൻഡ് ആണ്, അലാസ്റ്റിക് ആണ് എന്ന് പറയും. എന്നാൽ അത് അലാസ്റ്റിക് മാത്രമല്ല, തൃശ്ശൂരിലെ ഇന്ന ഹോട്ടലിലെ മട്ടൺ വലിച്ചാലും അതായിരിക്കും അവസ്ഥ എന്ന് വളരെ മനോഹരമായി പറഞ്ഞു വെച്ചത് ആളുകൾക്കിടയിൽ ചിരി പടർത്തിയെന്ന് മാത്രമല്ല, പിറ്റേ ദിവസം തന്നെ ഹോട്ടലുടമ വന്ന് തെറ്റും മാപ്പും പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ട AK ആന്റണി വിവാഹപ്രായം കഴിഞ്ഞ് വിവാഹം ചെയ്യാതെ ഏറെക്കാലം മുന്നോട്ട് പോയപ്പോ ചിലവിന് നെല്ലുള്ളവർക്ക് റേഷൻ കാർഡ് ആവശ്യമില്ല എന്ന ഒരു പൊതുയോഗത്തിൽ ആക്ഷേപഹാസ്യമായി അദ്ദേഹം പറഞ്ഞപ്പോ ജനങ്ങളിൽ ചിരി ഉടർത്തിയതും ഞാൻ ഒത്തുപോകും. കുറികൊള്ളുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ശത്രുക്കളിൽ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകളോട് പോലും, അത്തരം ആളുകളെ പോലും വിമർശിക്കുമ്പോഴും ആ വിമർശനം മറ്റൊരർത്ഥത്തിൽ പോകാതിരിക്കാൻ സൂക്ഷിക്കുമായിരുന്നു പ്രിയപ്പെട്ട മജീദ് സാഹിബ്. പ്രസംഗത്തിൽ മാത്രമല്ല, സംഘാടകൻ എന്ന രീതിയിൽ അദ്ദേഹം മികവ് പുലർത്തി എന്നുള്ളതിൽ തർക്കമില്ല. അദ്ദേഹം ഉയരത്തിൽ കുറവായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാണ്ട് കിടക്കുന്ന ബാഗും ഉണ്ടാകാറ്. മജീദ് സാഹിബിനെ കുറിച്ച് ഞങ്ങളൊക്കെ പറയുക സഞ്ചരിക്കുന്ന ഓഫീസാണെന്ന്. ആ ബാഗിനകത്ത് പോസ്റ്റ് കാർഡ് ഉണ്ടാകും, പേനയുണ്ടാകും, യാത്രക്കിടയിൽ യോഗത്തിനുള്ള കത്തയക്കും, അതിൽ സീലുണ്ടാകും, സീല് ചെയ്യും. അങ്ങനെ ഒരു ഓഫീസിന് ആവശ്യമായ അക്കാലത്തെ സൗകര്യങ്ങളെല്ലാം തന്റെ ബാഗിനകത്ത് കൊണ്ട് നടക്കുകയും സഞ്ചരിക്കുന്ന ഓഫീസ് സംവിധാനം നിറവേറ്റുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു പ്രിയപ്പെട്ട മജീദ് സാഹിബ് എന്നത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. മുസ്ലിം ലീഗ്, ദൗർഭാഗ്യകരമായി മുസ്ലിം ലീഗിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതാനും ആളുകളുടെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ട്. ആ കൊഴിഞ്ഞുപോക്കിന് ശേഷം അദ്ദേഹം അഖിലേന്ത്യാ ലീഗിന്റെ നേതൃത്വത്തിൽ വന്നു. പിന്നീട് ലീഗ് ലയിക്കാൻ തീരുമാനിക്കുകയും അത്തരം ആ സംഘടനയിൽ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗ് പിരിച്ചുവിട്ട് മുസ്ലിം ലീഗിൽ ലയിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ എന്റെ ഗ്രാമത്തിൽ പ്രിയപ്പെട്ട മജീദ് സാഹിബും ഏതാനും ആളുകളുമാണ് അന്ന് അഖിലേന്ത്യാ ലീഗിൽ ഉണ്ടായിരുന്നത്. ഹാജി കുഞ്ഞുമക്ക എന്ന് ഞങ്ങൾ പറയുന്ന KK കുഞ്ഞുമക്ക ഉൾപ്പെടെയുള്ള ഏതാനും ചില ആളുകൾ. തൃശൂർ ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് വിനീതനായ എന്റെ പിതാവായി. ലയന സമയത്ത് മറ്റ് പഞ്ചായത്തുകളിൽ എല്ലായിടത്തും ഓരോരുത്തർക്കും പ്രസിഡന്റ്ഷിപ്പ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോ അഖിലേന്ത്യാ ലീഗിന് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കേണ്ടി വന്നത് നാട്ടിക പഞ്ചായത്തിലാണ്. മറ്റു പഞ്ചായത്തുകളിലൊന്നും അന്നത്തെ ധാരണയനുസരിച്ച് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമായി. നാട്ടികയിലാണെങ്കിൽ പഴയകാലത്ത് പിന്നെ മജീദ് സാഹിബിനോടും എന്റെ പിതാവിനോടും ഒക്കെ ഒപ്പം രാഷ്ട്രീയം കൊണ്ട് നടന്നിരുന്ന KB കുഞ്ഞാമു സാഹിബായിരുന്നു അന്ന് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. മജീദ് സാഹിബിനും ഉപ്പിക്കും അദ്ദേഹത്തെ മാറ്റുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യമാണ്, ഒരു വലിയ വേദനയുള്ള കാര്യമാണ്. കാരണം ഇവരുടെയൊക്കെ നേതൃപദവിയിലേക്കുള്ള വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റുന്നതിൽ പ്രശ്നം. പക്ഷെ ജില്ലയിലെ സംഘടനാ സംവിധാനമുള്ള മറ്റൊരു പഞ്ചായത്തിലും സ്ഥാനം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവസാനം മാറ്റാൻ തീരുമാനിച്ചു. പിന്നെ ഇതിനായി ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ ഒരു വലിയ കൗൺസിലിംഗ്. ആ യോഗത്തിൽ വെച്ച് മജീദ് സാഹിബ് പറയുകയാണ്, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ പിന്നെ KB കുഞ്ഞാമുക്കാക്ക്, ഔലാമുക്ക എന്നാണ് ഞങ്ങൾ വിളിക്കുക, ഔലാം സാഹിബിന് നമ്മൾ വലിയൊരു പോസ്റ്റ് കൊടുത്തു.
അഖിലേന്ത്യയിലെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞോമദ്ഖാനെ കെ കുഞ്ഞോമാജിനെ ആജി കുഞ്ഞോമദ്ഖാനെ പ്രസിഡന്റാക്കി. പക്ഷെ ഈ സംഘടനയുടെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട ട്രഷറിന്റെ പദവിയിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമ്മക്കാനെ കെ പി കുഞ്ഞുമ്മക്കാനെ മാറ്റണമെന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. പ്രസിഡന്റിന് അപ്പുറത്താണ് ഖജാൻജി എന്ന് ഒരു വലിയ സ്ഥാനമാണ് എന്ന് കരുതി ഔലാമുഖയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇടപെടൽ, അത് വല്ലാത്തൊരു ഇടപെടലാണ് എല്ലാവർക്കും കഴിയുന്നത്. സന്ദർഭോചിതമായി അതാണ് സമയത്ത് പറയേണ്ടത് പറയാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം ഉണ്ടായി. യുവാക്കളുമായി നല്ല ബന്ധം ഉണ്ടായി. അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന കാലത്ത് യുവാക്കളെ സംഘടിപ്പിച്ച് ഗാനമേള നടത്താൻ, കഥാപ്രസംഗം നടത്താൻ അന്നത്തെ സ്റ്റാറുകളാണ് ഐഷ ബീഗം, റംല ബീഗം ഉൾപ്പെടെയുള്ള ആളുകൾ. അത്തരം ആളുകളെ ഒക്കെ കൊണ്ടുവന്ന് കഥാപ്രസംഗം നടത്താനൊക്കെ നേതൃത്വം കൊടുക്കുമായിരുന്നു. നല്ലൊരു സംഗീത ആസ്വാദകനായിരുന്നു. അതുപോലെ തന്നെ നല്ല പ്രഭാഷകനായിരുന്നു, നല്ലൊരു വായനക്കാരനായിരുന്നു, നല്ലൊരു പ്രഭാഷകനായിരുന്നു, സംഘാടകനായിരുന്നു. അങ്ങനെ പലതും ചേർത്ത് വെച്ച് പറയാൻ. മുസ്ലിം ലീഗിന്റെ ലയന സമയത്ത് അന്ന് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടാണ് മജീദ് സാഹിബ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നത്. ആ സമയത്താണ് മുസ്ലിം ലീഗിന്റെ പോഷകഘടകം നമുക്കറിയാം. ആ പോഷകഘടകങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ എഴുതി ചേർക്കുകയായിരുന്നു പ്രിയപ്പെട്ട മജീദ് സാഹിബ്. മുസ്ലിം ലീഗിന് കർഷക സംഘം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. കർഷകര് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പലതും സംഘടിപ്പിച്ച ഇടയിൽ കർഷകരെ സംഘടിപ്പിക്കാൻ പാർട്ടി പോയി. ആ സന്ദർഭത്തിൽ സ്വതന്ത്ര കർഷക സംഘം എന്ന ആശയമുണ്ടാക്കി എ വി അബ്ദുറഹ്മാൻ ആജിയെ, പരേതനായ എ വി അബ്ദുറഹ്മാൻ ആജിയെ പ്രസിഡന്റാക്കി പ്രിയപ്പെട്ട മജീദ് സാഹിബ് ജനറൽ സെക്രട്ടറിയായി സ്വതന്ത്ര കർഷക സംഘം നിലവിൽ വന്നത് പ്രിയപ്പെട്ട മജീദ് സാഹിബിന്റെ ഭാവനാസമ്പന്നമായ ഇടപെടലും കഴിവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് കർഷക സംഘം കേരളത്തിലാകെ പടർന്നു നിൽക്കുക. അതിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഹൃദയത്തോട് കൈവച്ച് നമുക്ക് പറയാൻ കഴിയും, ഒരേ ഒരാളാണ് അത് സ്വപ്നം കണ്ടത്, യാഥാർത്ഥ്യമാക്കിയത്, അതിന് രൂപം കൊടുത്തതും ജന്മം കൊടുത്തതും ഒക്കെ ഒരേ ഒരാളാണ്. അത് പ്രിയപ്പെട്ട നാട്ടിക മജീദ് സാഹിബാണ് എന്ന് അഭിമാനത്തോട് നമുക്ക് പറയാം. 33 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ യാത്ര, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഹജ്ജ് യാത്രയിലാണ് ബോംബെയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ നിന്ന് തിരികെ ഗൃഹസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ദിവസത്തിൽ അദ്ദേഹം നമ്മോട് 31 വർഷം മുമ്പ്. ആ സന്ദർഭത്തിൽ അന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികളിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട ഞങ്ങൾ സമിതി അക്കാലത്ത് ഉണ്ടാക്കി. അന്ന് ഒരുപാട് മക്കൾക്ക് SSLC പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ MIC കോംപ്ലക്സിലെ മാലിക് ദിനാർ ഇസ്ലാമിക് കോംപ്ലക്സിലെ വിദ്യാർത്ഥികൾക്ക്, ഹാഫിദീങ്ങൾക്ക് ഉൾപ്പെടെ സമ്മാനങ്ങൾ, സ്വർണ്ണ മെഡലുകളും ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ ബാഫിക്ക് തങ്ങൾ വന്നുകൊണ്ടാണ് ആദ്യത്തെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രേക്ഷക കമ്മ്യൂണിറ്റികളിൽ നോക്കുകയാണ്. ഞങ്ങൾ അതിലൊരു സ്മരണിക ഇറക്കാൻ തീരുമാനിച്ചു. അതിന്റെ വർക്കുമായി കുറെ മുന്നോട്ട് പോയതാണ്. നമ്മളത് ചൂണ്ടലിലുള്ള ഒരു മനിയക്കാരൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. അദ്ദേഹത്തിന്റെ പ്രസ്സിലാണ് അച്ചടിക്കാൻ. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ ബീരാൻക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ബീരാവുക്ക എന്നാണ് അദ്ദേഹത്തിന്റെ, മരണപ്പെട്ടു പോയി. ഇടക്കാലത്ത് എനിക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് ആ സ്മരണിക വെളിച്ചം കാണാൻ കഴിയാതെ രീതിയിൽ പോവുകയാണ്. അന്ന് കുറെ ലേഖനങ്ങളൊക്കെ ലക്ഷദ്വീപിൽ നിന്നുള്ള സബ്ജാൻ എന്ന് പറയുന്ന ഒരു ട്രഷറി ഓഫീസർ ഉൾപ്പെടെ ലേഖനങ്ങൾ അയച്ചു തന്നിരുന്നു. പിന്നീട് അതങ്ങനെ പോയി. പിന്നീട് കരീം എന്നോട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ CP സയ്യിദ് അലി സാഹിബൊക്കെ ബന്ധപ്പെടുകയും ചെയ്തു. ഏതായാലും ആ പ്രസ് ചൂണ്ടലിലാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് കൂടെ പറയുന്നു. എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒരുപാട് നീണ്ടുപോയി എന്നറിയാം. ഞങ്ങളൊക്കെ കാണുന്ന മജീദ് സാഹിബ് എന്താ പറയാ, വളരെ മനോഹരമായി ഇടപെടലുകൾ നടത്തിയിരുന്നു. രൂപം കൊണ്ട്, ഭാവം കൊണ്ട്, ഇടപെടൽ കൊണ്ട് ഒക്കെ വ്യത്യസ്തനായിരുന്നു മജീദ് സാഹിബ്. അന്ന് വന്നിരുന്നാൽ ഞങ്ങളുടെ വീട്ടിനോട് ചേർന്നുള്ള കയ്യാരയും ഉപ്പയും കൺക്ലൂഡ് ചെയ്തോ. MLA സാഹിബ് നമ്മളെ മൊയ്തീൻ സാഹിബ് ഞാൻ നിർത്തുകയാണ്. മജീദ് സാഹിബിന്റെ സംസാരത്തിനിടയിലുള്ള പൊട്ടിച്ചിരികൾ കേട്ട് ഞങ്ങൾ ചെന്ന് കൗതുകത്തോടെ. അപ്പൊ ഒരു പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇവിടെ ഉണ്ടാകും മജീദ് സാഹിബിന്റെ മകൻ കരീമിന്റെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഭരണസമിതി
ഒരുപാട് നന്മ താല്പര്യമുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടെ അറിയിച്ചു. മഹാനായ നേതാവിന്റെ നന്മ നൽകുന്ന ഓർമ്മകൾ അയവളിക്കപ്പെട്ടു. എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമായ കുച്ചപ്പാറും രാജ്യത്തിലെ തമ്പുരാന്റെ കരുണാകടാക്ഷം അദ്ദേഹത്തിന്റെ പാരത്രിക ലോക ജീവിതത്തിന്റെ വിജയത്തിന് മേലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എല്ലാ അർത്ഥത്തിലും സ്മരിച്ചു. ഈ പ്രിയപ്പെട്ട സാഹിബ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേരക്കിടാവ് ബിലാൽ ഉൾപ്പെടെ, കരീമും പേരക്കിടാവ് ബിലാൽ ഉൾപ്പെടെ എല്ലാവരോടും ഉള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് 10:30 മണിക്ക് അത് മറ്റേ ഒന്ന് മൊയ്തീൻക പിന്നെ എം സി മറ്റേ നമ്മൾ ആ സമയം നോക്കണം, പ്രായം നോക്കണം. അതെ എം സിയുടെ പ്രാവശ്യം നമ്മൾ വിളിച്ചു. എം സിയുടെ ഉണ്ട് ഇൻഷാല്ലാ. എം സി വടകര സാഹിബ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 3 പ്രാവശ്യം ക്ഷണിച്ച് അദ്ദേഹമാണ് നമ്മൾ ഈ പരിപാടി അവൈലബിൾ ആണ്. വീണ്ടും വന്നിട്ടുണ്ട്. എം സി പിന്നെയും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എം സി വടകര സാഹിബ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എം സി വടകര സാഹിബ്. മ്യൂട്ടാണ്, അവിടെ മ്യൂട്ടാണ്. അത് എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ മ്യൂട്ടാണ്. ആരും എം സി വടകര സാഹിബ് അത് എന്തോ മൂപ്പർക്ക് സ്വന്തം അത് ഉപയോഗിക്കാൻ പേരക്കുട്ടിയാണെന്ന് ഉപയോഗിച്ച് കൊടുക്കുന്നു പറഞ്ഞത്. കൊച്ചാപ്പൊന്ന് വിളിച്ചു നോക്കുവാണ്. ഓക്കെ ഇൻഷാല്ലാ. നമ്മളെ കുറുക്കോളി മൊയ്തീൻ സാഹിബ് എത്തിയിട്ടുണ്ട്. MLA ബഹുമാനപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് എത്തിയിട്ടുണ്ട്. കുറുക്കോളി മൊയ്തീൻ സാഹിബിന് ആദരവ് ക്ഷണിക്കുന്നു. കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതേ വന്നിട്ടില്ല. ഓൺലൈനിലുണ്ട്. കുറുക്കോളി മൊയ്തീൻ സാഹിബ് അല്ലേ? ഹലോ. ഓക്കെ. ഹലോ. കേൾക്കുന്നുണ്ട്. സംസാരിച്ചോ? കേൾക്കുന്നുണ്ട്. കുറുക്കോളി മൊയ്തീൻ സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൊറോണ മഹാമാരിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന, വളരെയേറെ പരിമിതികൾക്കുള്ളിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ഈ സന്ദർഭത്തിലും ഒരു മഹാനായ നമ്മുടെ നേതാവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ഇതിന്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യാം. നാട്ടിക മജീദ് സാഹിബ്, അബ്ദുൽ മജീദ് സാഹിബ്, നാട്ടിക എന്ന പേരിൽ പ്രശസ്തനായ ആ കുറിയ വലിയ മനുഷ്യൻ, മുസ്ലിം ലീഗിന്റെ പ്രാമാണികനായ ഒരു നേതാവായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ അടിത്തറ പാകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഏറ്റെടുത്ത ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുക എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. ഇന്നത്തെ കാലത്തൊക്കെ ചുമതലകൾ ആവശ്യക്കാരേറെയാണ്. ചുമതലകൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ആവശ്യപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും ഒക്കെ അനവധിയുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ തന്നിൽ അർപ്പിച്ച ചുമതല അത് കൃത്യമായും ഭംഗിയായും നിർവഹിക്കുവാൻ എല്ലാ കാലത്തും അദ്ദേഹം വളരെയേറെ കഠിനാധ്വാനം ചെയ്തു. അത് പൂർത്തീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഒരു സംഘാടക ശേഷി.
അത് അപാരമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ നമുക്കത് കാണാൻ സാധിക്കും. പൊന്നാനി താലൂക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായും കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറിയായും മഹാന്മാരായ നേതാക്കന്മാർക്കൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. തെക്കൻ കേരളത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ചരിത്രം അന്വേഷിക്കുന്നവർക്കറിയാം, അവിടുത്തെ ഏതൊരു ജില്ലയെ എടുത്താലും അവിടുത്തെ പാർട്ടി ചരിത്രം എഴുതുമ്പോ അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോ അതെങ്കിലും കേൾക്കുമ്പോ അതിലെ ഒരു അവിഭാജ്യ ഘടകമാണ് നാട്ടിക മജീദ് സാഹിബ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ആ സംഘാടക ശേഷിയെ നേതൃത്വം മുഖവിലക്കെടുത്തതുകൊണ്ട്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ചുമതലകൾ അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തെ പാർട്ടിയുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നയിക്കുന്ന സന്ദർഭത്തിൽ, പാർട്ടിയെ നയിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ സംസ്ഥാന ഘടകത്തിൽ അന്ന് 2 ജോയിന്റ് സെക്രട്ടറിമാരുള്ളപ്പോ ഒന്ന് നാട്ടിക മജീദ് സാഹിബ് ആയിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വലുപ്പവും ശേഷിയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാനാവുക. കോട്ടയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പഴയ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നടന്ന ഒരു ചർച്ചയിൽ അവിടുത്തെ പഴയ രേഖകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നടന്ന ഒരു മുസ്ലിം കോൺഫറൻസും മുസ്ലിം ലീഗിന്റെ സംഘാടനത്തിലുമൊക്കെ അദ്ദേഹം വഹിച്ച പങ്ക് ഈ ഉള്ളവനെ ഈ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ച സന്ദർഭമുണ്ടായി. ആ മജീദ് സാഹിബ് വിട്ടുപിരിഞ്ഞതിന്റെ ഒരു വാർഷിക ദിനത്തിലാണ് നമ്മൾ ഈ ഓൺലൈനിൽ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പോഷക ഘടകങ്ങളുടെ വളർച്ചയിലും അദ്ദേഹം വളരെ വലിയ പങ്കാണ് വഹിച്ചത്. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും അതിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ച മഹാനായിരുന്നു നാട്ടിക മജീദ് സാഹിബ്. കാർഷിക മേഖലയിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയെ ബോധ്യപ്പെടുത്തുവാനും അത് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി അവകാശങ്ങൾ നേടിയെടുക്കുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും അദ്ദേഹം അക്ഷീണം യത്നിച്ചു. അദ്ദേഹം ഏകാഗിയായി യാത്ര ചെയ്താണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഘടനയ്ക്ക് അടിവേര് പായിച്ചത്. സ്വതന്ത്ര കർഷക സംഘത്തെ, മുസ്ലിം ലീഗിന് കീഴിൽ രൂപീകൃതമായ സ്വതന്ത്ര കർഷക സംഘത്തെ ഒരു സമര മുഖത്തേക്ക് കൊണ്ടുവന്നതും നാട്ടിക മജീദ് സാഹിബിന്റെ കാലത്താണ്. നാട്ടിക മരണം വരെ കർമ്മ നിരതനായി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത. ജീവിതകാലം മുഴുവനും ഒരു കർമ്മയോഗിയായി പരിലസിച്ച ഒരു മഹാനെയാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വൈകിയ വേളയിൽ ഞാൻ എന്റെ ചെറു സംസാരം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. ജയ് മുസ്ലിം ലീഗ്. സന്തോഷം. വൈകിയതിൽ ക്ഷമിക്കണം. ഒരു പരിപാടിയായിരുന്നു. അടുത്ത നമ്മോട് സംസാരിക്കുന്നത് ഷെരീഫ് സാഗർ സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷെരീഫ് സാഗർ. അസ്സലാമു വലൈക്കും സ്ലാം. ക്ലിയർ അല്ലേ? ഓക്കെ. സുഖല്ലേ എല്ലാവർക്കും? MC പ്രസംഗിച്ചിരുന്ന് കേൾക്കണ്ട. ഇല്ല MC-യുടെ 3 പ്രാവശ്യം തുടക്കം മുതലുണ്ട്. ശരിക്ക തുടക്കം മുതലുണ്ട്. ശരിക്ക സംസാരിക്കും. കൊച്ചാപ്പ ഒന്ന് വേണേ നോക്കിക്കോ, വിളിച്ചു നോക്കിയോ മാഡം. ശരിക്ക ആയിക്കോട്ടെ. ഓക്കെ. ഞാന് സത്യത്തില് കേൾക്കാൻ വന്നതാണ്. ഞാന് UK പറഞ്ഞ പോലെ നമ്മൾ ചരിത്ര പുരുഷന്മാരെ കേട്ടുകൊണ്ടിരിക്കുക, അതായത് അവരുടെ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു
പ്രധാനപ്പെട്ട പരിപാടിയാണ്. നാട്ടിക അബ്ദുൽ മജീദ് സാഹിബിനെ കുറിച്ച് പല രചനകളിൽ നിന്നും ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കിട്ടിയിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്താണ് പരീക്ഷയും അതുപോലെ തന്നെ എല്ലാവരും ശ്രമിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സന്തോഷമുണ്ട്. ഞാൻ MC ഉൾപ്പെടെ അല്ലെങ്കിൽ നാട്ടികയെ നേരിട്ട് കണ്ടവർ, നാട്ടികയുടെ കൂടെ പ്രവർത്തിച്ചവർ, ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരൊക്കെ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്ന് കേൾക്കാമെന്ന്. കാരണം നമ്മുടെ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന അപൂർവം പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ആദ്യകാലത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗ് അവിഭക്ത ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ കാലം തൊട്ടേ മുസ്ലിം ലീഗിനെ കേരളത്തിന്റെ മണ്ണിൽ വേരോട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച നേതാക്കന്മാരാണ് ഇവരെല്ലാവരും. മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒട്ടനവധി മുസ്ലിം ലീഗുകാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറിയ ഘട്ടത്തിൽ മലബാറിൽ തന്നെ ധാരാളം മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗ് ഉപേക്ഷിച്ചു പോയ ഘട്ടത്തിൽ തിരുക്കൊച്ചിയിൽ മുസ്ലിം ലീഗ് തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മരക്കാർ ലീഗും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളുമൊക്കെ ബദൽ സംവിധാനങ്ങളുമൊക്കെ വന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു വലിയ വിഭാഗം ഉണ്ടായ ഘട്ടത്തിൽ അവരൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി, മുസ്ലിം ലീഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, മുസ്ലിം ലീഗിൽ തന്നെ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു നാട്ടിക PK അബ്ദുൽ മജീദ് സാഹിബ് എന്നുള്ളതാണ് അദ്ദേഹത്തെ എന്നും പുതിയ തലമുറ സ്മരിക്കേണ്ടതിന്റെ അനിവാര്യത എന്ന് പറയുന്നത്. പുതിയ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ചയും ഇവിടെ സംഘടിപ്പിച്ചത്, ഈ ഒരു അനുസ്മരണ പരിപാടിയും ഇവിടെ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും മജീദ് സാഹിബിന്റെ പേരിൽ ഫൗണ്ടേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഫൗണ്ടേഷന്റെ പേരിൽ പുതിയ പദ്ധതികളും പരിപാടികളും ഒക്കെ ഉണ്ടാവണം. നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ ഇല്ലാതിരുന്ന ഒരു സംഗതിയെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് പുതിയ തലമുറ പഠിക്കുകയാണ്. അതായത് നമുക്കിടയിൽ ഇല്ലാതിരുന്ന മുസ്ലിം ലീഗ് ഉണ്ടാക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മുസ്ലിം ലീഗിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് മുസ്ലിം ലീഗ് എന്താണെന്ന് ആദ്യം പരിചയപ്പെടുത്തണം, എന്നിട്ട് നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കില്ലെന്ന് ചോദിക്കണം, എന്നിട്ട് ആ കമ്മിറ്റിയിലേക്ക് ഒരു കൺവീനറെ നിശ്ചയിക്കണം, എന്നിട്ട് അവിടെ ലീഗിനെ ഇങ്ങനെ എന്താ പറയാ വിത്തിട്ട് മുളപ്പിക്കണം. അങ്ങനെയുള്ളൊരു ഘട്ടത്തില് മുസ്ലിം ലീഗിനെ ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് ഇവർ എന്നുള്ളത് തന്നെയാണ് അവരെ ഓർക്കേണ്ടതിന്റെ അനിവാര്യത എന്ന് പറയുന്നത്. നാട്ടിക അബ്ദുൽ മജീദ് സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി നടന്ന കാലത്തെ ഒരു അനുഭവം ഇങ്ങനെയാണ്. അതായത് ബാപ്പജി തങ്ങള്, CD സാഹിബ്, ഇവരൊക്കെ ഈ ഓരോ സ്ഥലങ്ങളിലും വന്ന് ലീഗ് ഉണ്ടാക്കുന്ന ഘട്ടത്തില് പള്ളികളിലാണ് പലപ്പോഴും വരിക. MK ഹാജി, VPC തങ്ങള്, ഷാക്കിരി അഹമ്മദ് കുട്ടി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ബാപ്പജി തങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ CD സാഹിബിന്റെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ നടന്നിരുന്ന ആളായിരുന്നു നാട്ടിക അബ്ദുൽ മജീദ് സാഹിബ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഖായിദമില്ലത്ത് കേരളത്തിൽ വരുമ്പോൾ പോലും ഖായിദമില്ലത്തിന്റെ കൂടെ നടക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഖായിദമില്ലത്തിനോട് ചേർന്ന് നിന്ന് നടക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇവര് പള്ളിയിൽ വന്നിട്ട് കൂടിയിട്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിക്കുകയും ആ സമയത്ത് നേരത്തെ കീശയിൽ കരുതിയിട്ടുള്ള കൊടി ഒരു കമ്പില് പുറത്തിട്ട് ആ പള്ളിക്ക് മുമ്പിൽ നാട്ടുകയും അവിടെ വെച്ചിട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഒരു സംഭവം. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തിരുക്കൊച്ചിയില് മുസ്ലിം ലീഗിനെ ഉണ്ടാക്കിയെടുക്കും. ഞാൻ UK മുഹമ്മദ് ബഷീർ സാഹിബ് ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയ സംഗതി വായിച്ചിരുന്നു.
അതായത് ഒരു ഇല്ലാത്തൊരു സംഗതി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഓരോ സ്ഥലത്തും പോയിട്ട് പ്രമാണിമാരെ കണ്ട് അവർക്ക് മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് അത്രത്തോളം ശക്തമായിട്ട് നേതൃത്വം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം കേരളപ്പിറവിക്ക് ശേഷമുണ്ടായ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരാളായിട്ട് ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടമാണ്. പിന്നീട് 1960 മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് MLA ആയിട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ പലരും സൂചിപ്പിച്ചു, ഞാൻ അതിൽ കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എല്ലാവരും പറഞ്ഞത്, നമുക്കൊന്നും അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളവരെ കൂടെ നടക്കാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകളാണ്. പക്ഷെ അവരെ കുറിച്ച് കേൾക്കുമ്പോൾ വലിയ അത്ഭുതവും, അതുപോലെ തന്നെ പുതിയ കാലത്തെ ലീഗ് പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ, MSFകാർ, യൂത്ത് ലീഗുകാർ എത്രത്തോളം മാറേണ്ടതുണ്ട്, എത്രത്തോളം ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ലഭിക്കുകയാണ്. കെ മൊയ്തീൻ കോയ സാഹിബ് നമ്മുടെ ചന്ദ്രികയിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര ഓളം ഇപ്പോഴും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 അനുഭവം ഇങ്ങനെയാണ്. അതായത് ഞങ്ങൾ മൊയ്റ്റിക്കാന്ന് വിളിക്കും. തിരുവനന്തപുരത്തേക്ക് അബ്ദുൽ മജീദ് സാഹിബ് കണ്ണിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അതായത് ഒരു കണ്ണ് ആകെ കെട്ടിയിട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഇപ്പൊ ഡോക്ടർമാര് പറയുന്നുണ്ട് യാത്ര ചെയ്യരുത്, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത് സ്വതന്ത്ര കർഷക സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ്. അവിടെ കൃഷി വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ രോഗാവസ്ഥയിൽ പോലും തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അദ്ദേഹം കാണിച്ച ആത്മാർത്ഥതയുടെ ഒരു വലിയ വശമാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാവുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരികയും ആ യോഗത്തിൽ പങ്കെടുക്കുകയും കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മടങ്ങുന്ന ഒരാൾ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കർഷക സംഘവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധർണകൾ സംഘടിപ്പിക്കുന്നു, സമരങ്ങൾ സംഘടിപ്പിക്കുന്നു, പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിൽ ഇന്ന് ധർണയാണെങ്കിൽ തലേന്ന് തന്നെ അദ്ദേഹം അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞാൽ പത്രത്തില് ഫോട്ടോ വരുമ്പോൾ മജീദ് സാഹിബ് ആ ഫോട്ടോയിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അതായത് എവിടെയും തിക്കിത്തിരക്കി നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ചെറുപ്പ് എഴുതിയ ഒരു മേച്ചേരിയെ കുറിച്ച് എഴുതിയൊരു ലേഖനം ഞാൻ വായിച്ചു. അതിനകത്ത് മേച്ചേരിയെ പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഈ നമ്മുടെ മജീദ് സാഹിബിനെയാണ് പറയുന്നത്. അതായത് ബാപ്പയ്ക്ക് തങ്ങളുടെ കൂടെ നടക്കുന്ന മജീദ് സാഹിബ്. അപ്പോ ഒരിക്കൽ ബാപ്പയ്ക്ക് തങ്ങളുടെ വീട്ടിലേക്ക് പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് മജീദ് സാഹിബ് കുറച്ച് ബാക്കിൽ ഒരു പുറകിലായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ബാപ്പയ്ക്ക് തങ്ങള് വിളിച്ചിട്ട് മുന്നോട്ട് ആക്കുന്നുണ്ട്. മജീദ് എന്തിനാണ് വയ്യാട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടാക്കുന്നു. അപ്പൊ മജീദ് സാഹിബ് കൊടുക്കുന്ന മറുപടി, ഞാനവിടെ വന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കും, പക്ഷെ അവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ട പ്രധാനപ്പെട്ട ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോ ഹോട്ടലിലെ ഭക്ഷണം തീർന്നു പോകും, അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയില് നിൽക്കണം പോകണമെന്നറിയാതെ എന്താ പറയാ നിൽക്കുകയാണെന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. അപ്പോ അദ്ദേഹത്തെ അത് കേട്ടപ്പോ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയും അവരോടൊക്കെ സംസാരിക്കാൻ മജീദ് സാഹിബിന് സാധിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് പറയുമ്പോ അദ്ദേഹത്തെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട്, അതൊരു തമാശയായിട്ടെടുത്ത് കൂടുതൽ പരിഗണിച്ചുകൊണ്ട് ബാപ്പയ്ക്ക് തങ്ങൾ കൂടെ നിർത്തുന്ന ഒരു രംഗമാണ്. 1950കളിൽ നാട്ടികയിൽ നിന്ന് മലബാറിലെ പല പൊതുയോഗങ്ങളിലും മുഖ്യ പ്രഭാഷകനായിട്ട് എത്തുന്ന ഒരു മജീദ് സാഹിബുണ്ട്. അതുപോലെ തന്നെ തിരുക്കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും പ്രസംഗിക്കാൻ പോവുകയും കേൾക്കാനൊന്നും ആളില്ലെങ്കിലും ഇവരൊക്കെ പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
അങ്ങനെ പ്രസംഗിച്ചും നടന്നും ഒക്കെ. അപ്പോ നാട്ടിൽ നിന്ന് കൊയിലാണ്ടിയിലും അതുപോലെ തന്നെ കണ്ണൂരിലൊക്കെ എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ യാത്രയൊക്കെ വേണ്ടി വരും. അന്നത്തെ കാലത്ത് പല പല ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞിട്ട് വേണം വരാൻ. രാവിലെ പുറപ്പെട്ട വൈകുന്നേരം വന്നാൽ ചിലപ്പോ വേറെ വല്ല പ്രഭാഷകരുണ്ടെങ്കിൽ പ്രഭാഷണത്തിന് തന്നെ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതായത് സംഘാടകര് അന്ന് കത്തൊക്കെ എഴുതിയിട്ടാണ് ക്ഷണിക്കുക, ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ദിവസം സംഘാടകര് 3-4 പ്രഭാഷകരെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പോ ഇനി ആരെങ്കിലും 1-2 ആൾ വരാതിരുന്നാൽ പരിപാടി മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവർക്ക് ചിലപ്പോ സംസാരിക്കാൻ സമയം കിട്ടാതെ വരും, ചിലപ്പോൾ സംസാരിക്കാൻ തന്നെ അവസരം കിട്ടാതെ, അങ്ങനത്തെ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ. അതായത് ഒരു ദിവസം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന അനുഭവം. ഞാൻ ഇത് പറയുന്നത് ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ ചില ലീഡേഴ്സിന് തീരെ സമയം ഉണ്ടാവില്ല. അതായത് അവർക്ക് വന്നാൽ അവരെ അപ്പൊ തന്നെ വിളിക്കണം, പ്രസംഗിപ്പിക്കണം, അവർക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, പുതിയ കുട്ടികൾ പോലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ അവർക്കൊക്കെ ഒരു മാതൃകയാണ് മജീദ് സാഹിബിനെ പോലെയുള്ള ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപാട് സമയമായിട്ട് 9 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോ 10:30 കഴിഞ്ഞു. 1.5 മണിക്കൂറിലേറെയായിട്ട് നമ്മൾ മജീദ് സാഹിബിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ഇനിയും അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. സാധാരണ ഞാനൊരു ഗൂഗിൾ മീറ്റിലൊന്നും ഇങ്ങനെ ഇരിക്കാറില്ല, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും മജീദ് സാഹിബിന്റെ പേരിൽ പ്രാർത്ഥിക്കുവാൻ, യാസീനോട് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞിക്ക, നമ്മളെ ഹുസൈൻ കോയത്തങ്ങളുണ്ട്. ഞാനിപ്പോഴും കാണുന്നു കേട്ടോ, ഹുസൈൻ കോയത്തങ്ങൾ ഒന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. എന്തായാലും മജീദ് സാഹിബ് മരിച്ചിട്ട് 33 വർഷങ്ങൾ ആയിട്ടുള്ളത്. അതിന്റെ അടിയില് നമ്മൾ വളരെ കുട്ടിക്കാലം മുതൽ അറിയുന്ന ഒരാളാണ്. ഇന്നെങ്കിലും അദ്ദേഹത്തെ സ്മരിക്കുവാൻ മുൻകൈയെടുത്ത അവരുടെ കുടുംബാദികളെ, മക്കളെ, കരീമ ഉൾപ്പെടെയുള്ള ആളുകളെ പിടിപ്പിക്കുക. ഒരു കാലഘട്ടത്തില് തിരുകൊച്ചി മേഖലയിൽ അദ്ദേഹം നാട്ടികക്കാരനാണെങ്കിലും ഇതിന്റെ നിർദ്ദേശപ്രകാരം തിരുകൊച്ചി മേഖല മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗിന്റെ സംഘടനാ പ്രവർത്തനത്തിന് പാർട്ടി നിയോഗിച്ച ഓർഗനൈസറായിരുന്നു. 1958 ആലപ്പുഴയിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗിന്റെ മഹാസമ്മേളനത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ആ സമ്മേളനം 3 ദിവസങ്ങളിലായിരുന്നു നടത്തിയിരുന്നത്. തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് വേരോട്ടമുണ്ടാക്കിയ സമ്മേളനമായിരുന്നു. അന്ന് മലബാറിൽ നിന്ന് ബസ്സിലും കാറിലും ആളുകളെ ഇവിടുന്ന് കൊണ്ടിട്ടുണ്ട്. അതിനെല്ലാം കഴിവുറ്റ നേതാവായിരുന്നു മജീദ് സാഹിബ്. അദ്ദേഹത്തെ അക്കാലത്ത് ബി പോക്കർ സാഹിബ്, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ തുടങ്ങിയ നേതാക്കള് അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തിൽ. അതിനുശേഷമാണ് തിരുകൊച്ചി, ആലപ്പുഴ ജില്ലകളിൽ ഏകദേശം കൊല്ലം വരെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് ഒരു രൂപം നൽകാൻ അന്ന് പാർട്ടിക്ക് സാധിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബ് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ പ്രാസംഗികനായി എല്ലാ ഭാഗങ്ങളിലും തന്നെ പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മജീദ് സാഹിബിനെ സാധാരണ അവർ വിളിച്ചിട്ടില്ലെങ്കിലും ആളുകൾ കൂടാൻ
ഇന്നത്തെ സമ്മേളനത്തിൽ നാട്ടിക മജീദ് സാഹിബ് XMLA പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ നൂറുകണക്കിൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 57 അദ്ദേഹം പട്ടാമ്പിയിൽ മത്സരിച്ചിട്ട് തോറ്റിട്ടുണ്ട്. അതെല്ലാം വലിയ കഥകളാണ്. ഈ വൈകിയ വേളയിൽ അതിനെ സംബന്ധിച്ച് ഞാൻ പോകുന്നില്ല. എന്നാൽ നിർഭാഗ്യം 65 അദ്ദേഹം ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ വിജയിച്ചു. അന്ന് അസംബ്ലി കാണാൻ സാധിച്ചു. അതിന്റെ ഒരു നിർഭാഗ്യവനായിട്ടുള്ള നേതാവ്. എന്തുകൊണ്ടും പാർട്ടിക്ക് ഇന്നത്തെ കാലഘട്ടമല്ല അന്ന്. എവിടെ പള്ളിയിൽ കിടന്നുറങ്ങണം, വാഹനങ്ങളില്ല, കെട്ടിയെടുത്ത് ഉറങ്ങും, പള്ളിയിലാണ് അധികം ചെയ്യല്. പാർട്ടി വളർത്തുകയിൽ തന്നെ പള്ളിയിൽ വെച്ചാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യകത. യുവാക്കളെ പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ചിരുന്ന ഓരോ ഒറ്റയാനയായിരുന്നു. ഒരിക്കലും തന്നെ നമുക്ക് അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും സ്മരിക്കുവാൻ അദ്ദേഹത്തിന്റെ കുടുംബാദികളാണ് മെനക്കെട്ടത്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയും മുസ്ലിം ലീഗിന്റെ ആളുകളല്ല എന്നുള്ളത്. അവരിൽ ലീഗിന്റെ ആളുകളാണ്. അവരെല്ലാം തന്നെ കൊടുന്നുകൊണ്ട് നമ്മുടെ പാർട്ടി നാട്ടികയിലും നിങ്ങളെ തൃശ്ശൂർ ജില്ലയിലും വളർത്തണം. അകറ്റി നിർത്താതെ അവരെ കുടുംബാദികളെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവരെയും നമ്മൾ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കട്ടെ. അവരുടെ കുടുംബത്തിന് സന്തോഷവും ആരോഗ്യവും സമ്പത്തും ആ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.